ഇല്ല, ഇന്നലെ കേട്ടില്ല. ഇന്നായിരുന്നു. ഓക്കെ. താങ്ക് യു ഡാനിഷ് സാർ. അടുത്തത് ആരെയൊന്ന് പരിചയപ്പെടാനുള്ളത്? റിയാനമ്മ ജോർജ്, അതാരാണ്? എവിടുന്നാണ് വീട്, നാട് എന്ന് പറഞ്ഞു തരും? സാറേ, എന്റെ വീട് തൊടുപുഴയാണ്. ലില്ലി ടീച്ചറിന്റെ നാട്ടുകാരിലാണ്. ലില്ലി ടീച്ചർ എന്നാണ്. വെരി ഗുഡ്. എങ്ങനെയുണ്ട് ഇന്നലത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക്? സാറിനോട് നേരിട്ടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ഇന്നലത്തെ ക്ലാസ്സിനെ കുറിച്ച് ഫീഡ്ബാക്ക് ചോദിക്കാൻ കാരണേ, തനി മലപ്പുറം സ്റ്റൈലിൽ ഞാൻ സംസാരിച്ചൊരു സംശയം എനിക്ക്. അതൊന്നും കുഴപ്പമില്ല. ഒരുപാടുള്ള നിങ്ങൾക്ക് പ്രയാസമേ ആയില്ല? ഇല്ല. അതിയായ സന്തോഷം. അപ്പൊ ഗോ ഹെഡ്, ക്ലാസ്സിൽ കൂടിക്കോളി കേട്ടോ. ഓക്കെ സാർ. അപ്പൊ എനിക്ക് ചോദിക്കും ചെയ്തോളൂ. ഇന്നലത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ബാക്കി ഉണ്ടോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇന്നലത്തെ ക്ലാസ് കുഴപ്പമില്ല, ഡൗട്ടൊന്നുമില്ല. മുന്നോട്ട് പോകുന്നതിൽ നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് വഴിയെ സോൾവ് ചെയ്യാം. പിള്ളേരുടെ 2 പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പ്രത്യേകത അതാണ്, നമ്മൾ പെർഫെക്റ്റ് ആണ്. നമ്മൾ നാട്ടുകാർ പ്രശ്നം സോൾവ് ചെയ്യാനാണ് നമ്മൾ നിൽക്കുന്നത്. അല്ല, അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് വരുന്ന നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങൾ തോന്നും. നമ്മൾ വഴി ഉണ്ടായ പ്രശ്നമാണ്. അപ്പൊ അതൊന്ന് എങ്ങനെയൊന്ന് പരിഹരിക്കാമെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മളൊന്ന് പെർഫെക്റ്റ് ആയിട്ട് 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട്. ഓക്കെ, സന്തോഷത്തോടെ ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. ആ പ്രശ്നത്തെയും സോൾവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. സമയം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് തീർക്കാം. അല്ല, നിങ്ങൾക്ക് നമ്മൾക്ക് കൂടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ നമുക്ക് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരോടും കൂടെ. ഇനി ബാക്കിയുള്ള ആളുകളെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഒരു ദിവസം മിസ്സായി പോയാല് ആ ക്ലാസ് നമുക്ക് കിട്ടും അല്ലേ? റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. നിങ്ങള് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഉണ്ടെങ്കിൽ റെക്കോർഡ് ഉണ്ടാവും. ഇൻ കേസ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ അന്ന് വളരെ സങ്കടത്തോടെ നമ്മുടെ ഗ്രൂപ്പിൽ ഇത്ര നേരം സംസാരിക്കും. നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ പരമാവധി ഇതുപോലെ തന്നെ വീഡിയോയിൽ വരും, റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണാനുള്ള അവസരം ഉണ്ടാവും. പക്ഷെ എന്നാലും വീഡിയോ കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങൾ ഇതുപോലെ എന്റെ മുന്നിലുണ്ടാവുകയും നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് പോകുന്നതിൽ. ഇന്നലെയൊക്കെ സത്യസന്ധമായി പറഞ്ഞ 1 മണിക്കൂർ പോയെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറയാനുണ്ട്. ഇപ്പൊ വീട്ടിൽ വല്ല ഗസ്റ്റ് ഒക്കെ വന്നാൽ നമുക്ക് അത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ആ ക്ലാസ് മിസ്സാവില്ല. നിങ്ങളെ പേരൊന്ന് വായിച്ചു തന്നെ എനിക്ക് പറഞ്ഞു തന്നെ എങ്ങനെയാ വായിക്കേണ്ടത്? ട്രിനിയാമ്മ. ഞാൻ വായിച്ചപ്പോ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഞാൻ ഇങ്ങനെ നോക്കി 2-3 പ്രാവശ്യം നോക്കിട്ട് വിളിച്ചു പറയാണ്. വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ഇതിപ്പോ ഇവിടെ ഞാൻ വേറെ ആർക്കും കേട്ടിട്ടില്ല. അത് ബൈ ചാൻസ് കിട്ടിയ പേരാ. വെരി ഗുഡ്. ഓക്കെ. ഈ മദിഹ മധു എന്ന പേരിൽ ഒരാളെ കാണുന്നുണ്ട്. അതൊന്ന് പറയാമോ, പരിചയപ്പെടുത്താമോ? സൗണ്ടിൽ വന്നാൽ മതി, വീഡിയോ വേണം നിർബന്ധമേ ഇല്ല നമുക്ക്. എന്റെ വീട്ടിലെ ആളാണ്. എന്റെ വീട്ടിൽ ഞാൻ ലിങ്ക് കൊടുത്താണ്. നല്ല കാര്യം. ഇന്നലെ പറഞ്ഞ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷനോ അല്ലെങ്കിൽ ക്ലാരിറ്റി ആവശ്യമുള്ളതോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. കാരണം നമ്മൾ വല്ല ടോപ്പിക്ക് നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പക്ഷേ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീറ്റെയിൽ ഒരു പക്ഷെ നിങ്ങൾ വായിക്കാൻ കഴിയുന്ന ആളുകൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാലും പറഞ്ഞതിൽ വല്ല ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ക്ലാസ്സിന്റെ ഇടയിലും ചോദിക്കാവുന്നതാണ്. ഇന്നത്തോടെ നമ്മുടെ ഫ്രീ ക്ലാസ് അവസാനിക്കും. അതുകൊണ്ട് ക്ലാസ്സിൽ താല്പര്യമുള്ളവർ എന്ത് ചെയ്താൽ കൂടുതൽ ക്ലാസ്സിൽ കൂടിയാൽ മതി. പിന്നെ ക്യാഷ് അടച്ച് മുഴുവൻ ക്യാഷ് അടച്ചിട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല. പഠിച്ചിട്ട് അല്ലെങ്കിൽ താല്പര്യമുണ്ട് എന്നാൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, നിങ്ങൾക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്യാഷ് നമുക്ക് വഴിയെ അടച്ചാൽ മതി. അല്ല, കുറെ ക്ലാസ് ഞാൻ നോക്കട്ടെ എന്നിട്ട് നമുക്ക് പഠിക്കാം എങ്കിലും ആ ഒരു നോക്കട്ടെ എന്നുള്ള ആളുകൾക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് കുറെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടും ക്ലാസ് മെച്ചമല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സമയം തിരിച്ചു തരാൻ കൊണ്ട് കഴിയില്ല. അടച്ച ക്യാഷ് വേണമെങ്കിൽ തിരിച്ചു തരുന്നതിൽ യാതൊരു മടിയും ഇല്ല. ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ വേണ്ടവർക്ക്
താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ തുടരാം, അല്ലാത്തവർക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലെഫ്റ്റ് അടിച്ച് പോവുകയും ചെയ്യാം. അല്ലെങ്കിൽ പുതിയ പേ ചെയ്ത ആളുകൾക്ക് വേറെ ക്ലാസ്സിലേക്ക് അങ്ങനെ മാറുന്ന സിസ്റ്റം നമുക്കില്ല. വേറെ ഗ്രൂപ്പിലേക്ക് മാറണമെങ്കിൽ നമുക്കതിന് മാറുകയും ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് അനുബന്ധമായി നമ്മൾ ആ ഗ്രൂപ്പിൽ ചർച്ച തുടരുകയും ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്നലത്തിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് കൗൺസിലിംഗ് എന്ത് എന്നതിന് ഒരു ഇൻട്രൊഡക്ഷൻ ഇന്നലെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ NLP ബേസ്ഡ് കൗൺസിലിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വ്യവസ്ഥാപിതമായി കൗൺസിലിംഗ് സൈക്കോളജികളോ അല്ലെങ്കിൽ അനുബന്ധ സാധനങ്ങളോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. ആ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡൗട്ട്സുകൾക്കും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും ഈ വേദി നമുക്ക് ഉപയോഗപ്പെടുത്താം. അവിടെ പഠിച്ചതിനും ഇവിടെ ക്ലിയർ ചെയ്യാം. എന്നാൽ ആ പഠിച്ചതിന്റെ അനുബന്ധമായിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയി ഒരു ക്ലയന്റ് വന്നു, ക്ലയന്റിന്റെ പ്രശ്നത്തിന് സോൾവ് ചെയ്യാൻ വളരെ പെട്ടെന്ന് ക്യൂർ ലഭിക്കാൻ നമുക്ക് NLP ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോ ഒരു ക്ലയന്റിന്റെ പ്രശ്നത്തിന് ഒരു ഉദാഹരണം പറയാം. ഒരാൾക്കൊരു ഫോബിയ ഉണ്ട് എന്ന് വെക്കുക. എന്തിനെങ്കിലും ഒരുപാട് തരം ഫോബിയകളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഫോബിയ, അമിതമായ ഭയം എന്തെങ്കിലും ഒന്നിനെ കുറിച്ച്, ഉയരത്തെ കുറിച്ചോ പേടി, അല്ലെങ്കിൽ പാമ്പിനെ കുറിച്ചോ തേടിനെ കുറിച്ചോ ചെറിയ ചെറിയ പാറ്റകളെ കുറിച്ചോ വണ്ടിനെ കുറിച്ചോ ഒക്കെ പേടികളുള്ള ഫോബിയയായുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഫോബിയ ഉണ്ടെങ്കിൽ സൈക്കോളജി പഠിച്ച അല്ലെങ്കിൽ PG സൈക്കോളജി എടുത്ത എനിക്ക് അവരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഞാൻ പഠിച്ച പാഠഭാഗം പ്രകാരം ഈ ക്ലയന്റിനെ 3ഉം 4ഉം സിറ്റിംഗ് ചെയ്തിട്ട് വേണം അവരുടെ പ്രശ്നത്തിന് സോൾവ് ചെയ്യാൻ. അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് സോൾവ് ചെയ്യേണ്ടത്. NLPയിൽ നമുക്കതൊരു മാക്സിമം 5 മിനിറ്റ് അല്ല, മിനിമം 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതാണ്. മിനിമം 5 വേണമെന്നില്ല, അതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പോ NLPയുടെ മാസ്റ്റർ പ്രാക്ടീഷണർ നടത്തുന്ന സമയത്ത് മുമ്പ്, ഇപ്പോ നിയമം അനുവദിക്കുന്നില്ല, മുമ്പ് നമ്മുടെ ക്ലാസ്സിലൊക്കെ സ്നേക്കിനെ കൊണ്ടുവരും, പാമ്പ് പിടുത്തക്കാര് ഇവർ കൊണ്ടുവരും. എന്നിട്ട് ആ പാമ്പിനെ നമ്മൾ ക്ലാസ്സിൽ നിർത്തിയിട്ട് കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച്, മൂർഖനോ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളൊക്കെ ആണെങ്കിൽ, വിഷപ്പാമ്പുകളാണെങ്കിൽ നമ്മളെല്ലാം അവിടെ സീറ്റിൽ തന്നെ ഇരിക്കും. രാജവെമ്പാലയെ കൊണ്ടുവരുന്നില്ല, രാജവെമ്പാലയാണ് ആരെയും ആക്രമിക്കാൻ സാധ്യതയുള്ളത്, കിങ് കോബ്ര. എന്നാൽ മൂർഖനൊക്കെ കൊണ്ടുവരും. അങ്ങനെ വിഷമുള്ള വസ്തുക്കളാണെങ്കിൽ നമ്മളവിടെ സീറ്റിൽ നിന്ന് ഇവർ തന്നെ നമ്മളെ പരിചയപ്പെടുത്തി തരും. എന്നാൽ നമ്മൾ ചില ആളുകൾക്ക് ഒരു വിഷം പോലും ഇല്ലാത്ത ചേരയെ പോലും പിടിക്കാൻ പേടിയാണ്. ഇത് ചേരയാണെന്ന് അറിഞ്ഞു, ഇനി ഇവർക്ക് പാമ്പിനെ പിടുത്തക്കാർ, പാമ്പാട്ടിനെ കൊടുക്കുന്ന ആളുകൾ അവരൊരു പക്ഷെ എന്ത് ചെയ്യും, ഈ തല പിടിച്ചിട്ടുണ്ടാവും, ഒരു പക്ഷെ അല്ല അല്ലെങ്കിലും തല പിടിച്ചിട്ടുണ്ടാവും. തല പിടിച്ചിട്ട് പോലും ഈ വാലിന്റെ ഭാഗത്ത് പോലും തൊടാൻ പേടിയുള്ള പാമ്പിനെ കാണുമ്പോഴേക്കും അയ്യോ അമ്മയെ നിലവിളിക്കുന്ന ആളുകളുടെ മുന്നിൽ ജസ്റ്റ് ഒരു 10-30 സെക്കൻഡ് അവരുടെ ചെവിയിൽ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് അവർ തന്നെ പാമ്പിനെ പിടിക്കുകയും ഫോട്ടോ എടുക്കാനൊക്കെ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫോബിയ ആണെന്ന് നമുക്ക് ബോധ്യമായ കേസിനെ പോലും കൈകാര്യം ചെയ്യാൻ NLPയിലൂടെ വരുന്ന ആളുകൾക്ക് ട്രിക്സ്, ഒരുപാട് ട്രിക്കുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പൊ ആ ട്രിക്കുകൾ ഉപയോഗപ്പെടുത്തിയാൽ വളരെ പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ, പരിഹാരം അവർക്ക് ലഭിക്കാൻ കാരണമാകുന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പോ ഒരു സൈക്കോളജി പഠിച്ചിട്ട് നീ എത്രയോ കാലം PGയും ഡിഗ്രി ഒക്കെ എടുത്തിട്ട് വേണം എനിക്കൊരു കൗൺസിലിംഗ് ചെയ്യാൻ എന്ന് തോന്നുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ കൗൺസിലിംഗ് താല്പര്യമുണ്ടെങ്കിൽ NLP ബേസ് ചെയ്തിട്ടുള്ള കൗൺസിലിംഗ് കോഴ്സിൽ നിങ്ങൾ ചേരുക. അത് 1-2 ഘട്ടങ്ങളൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടില്, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാണോ പഠിക്കുക, നിങ്ങളെ എന്തെല്ലാം ടോപ്പിക്കാ പഠിപ്പിക്കുക എന്ന ചോദ്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പ്രത്യേകിച്ച് ഒരു ഫ്രീ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറയുക എന്ന ചോദ്യം ഉണ്ടാവും. ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ, സിലബസ് ഞാൻ ആദ്യം ഒരു 40 ദിവസത്തേക്കുള്ള സിലബസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ആ സിലബസിൽ ഏതാണ് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ഇടയിൽ ഏത് ഡൗട്ട്സുകളും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ആ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം കാണുക, മനസ്സുമായി ബന്ധപ്പെട്ടത് കേട്ടോ, സാമ്പത്തികമായല്ല, മാനസികമായ എന്ത് പ്രശ്നങ്ങളുണ്ടോ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ എക്സ്പീരിയൻസിലെ ചോദ്യം ചോദിച്ചു, എനിക്കത് പരിചയമില്ലാത്തതാണെങ്കിൽ
യെസ്, നമ്മൾ അതിനെ പഠിക്കാൻ എനിക്കൊരു ദിവസം സമയം തരണം. അടുത്ത ദിവസം നമ്മൾ അതിനെ കുറിച്ച് കൃത്യമായി നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കും. അപ്പോൾ എന്ത് ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം എന്നതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ ചില ദിവസങ്ങൾ ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കാൻ റെഡിയായി വരിക. എടുക്കുന്ന ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നതാണ് നമ്മുടെ സെഷന്റെ പ്രത്യേകത. എന്നാൽ ചില ടോപ്പിക്കുകൾ എനിക്ക് പരിചയം ഉണ്ടാവില്ല. നമ്മളെ കൂട്ടത്തില് ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടതുപോലെ ഇതേ കേസുകൾ കൈകാര്യം ചെയ്ത വേറെ കുറെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ കൗൺസിലേഴ്സോ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പൊ അവർക്കും നമ്മൾ മൈക്ക് കൈമാറും, അവർ നമ്മോട് സംസാരിക്കും. അപ്പോ എന്ത് ഡൗട്ട്സുകളും നിങ്ങൾക്ക് ചോദിക്കാം എന്നതാണ്. പ്രത്യേകിച്ച് സൈക്കോളജിക്ക് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എല്ലാത്തിനും ഉത്തരം അറിയും എന്നല്ല പറഞ്ഞത്, ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരും. അതിന് ചിലതിനൊക്കെ ഒരു ദിവസം നമ്മൾ ഇരുന്ന് പഠിക്കാൻ സമയമുണ്ടെങ്കിൽ ഇരുന്ന് പഠിച്ചെടുത്ത് നിങ്ങളെ മുന്നിൽ വിഷയം അവതരിപ്പിച്ചു തരും. ചിലത് നമുക്ക് അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയാത്തതുണ്ടാവും, ചിലത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അധ്യാപകരെ ഞാൻ വിളിച്ച് ബന്ധപ്പെട്ട് ഉത്തരം കിട്ടി. കാരണം എന്താ വെച്ചാൽ ഇത് ഞാനും പഠിക്കുന്ന ആളാണ്. എന്ത് കൗൺസിലിംഗ് എന്ന മേഖലയുടെ പ്രത്യേകത അത് ലൈഫ് ലോങ് പഠിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. ഡോക്ടേഴ്സിനെ പോലെയാണ്. ഡോക്ടേഴ്സിന്റെ പ്രത്യേകത അറിയാലോ, അവരിപ്പോ പിന്നെ ഒരു MBBS 5 വർഷം എടുത്തു കഴിഞ്ഞതുകൊണ്ട് അവർ ആ പണി നിർത്തുന്നില്ല, അവർ PG ചെയ്യുന്നു. PG ചെയ്താൽ പോരാ, ഓരോ ആഴ്ചയിലും ഈ മേഖലയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ഔട്ട്ഡേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി ഓരോ ദിവസവും അവർ അപ്ഡേഷൻ അവരുടെ മേഖലയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഒരു മാസത്തില് 1 or 2 ദിവസങ്ങളിലൊക്കെ എവിടെയാണോ കോഴ്സ് കിട്ടുന്നത് അവിടെ പോകും. അപ്പൊ നമുക്കറിയാം ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഒരാളുടെ മനസ്സ് പിടിക്കുക, വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അപാരമായ സിദ്ധി വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടീമായിട്ട് ഞാനിവിടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും കൂടെ പഠിക്കുന്ന ആളുകളും എനിക്കുണ്ടാകും. അപ്പൊ അവരോടൊപ്പം തന്നെ ഞാൻ പഠിക്കുകയും മറ്റൊരു സമയത്ത് പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉത്തരം കിട്ടിയില്ലെങ്കിൽ ആ ഉത്തരം നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ തൃപ്തികരമായില്ല എങ്കിൽ എനിക്കും തൃപ്തിയാവുന്നില്ല, ഞാനത് ചോദിച്ച് മനസ്സിലാക്കും എന്നതാണ്. അതുകൊണ്ട് നമ്മളൊരു ബന്ധം തുടരുകയാണ്. ഇന്നത്തോടെ അവസാനിക്കല്ല, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യങ്ങൾ എല്ലാം ചോദിക്കാം. എങ്ങനെ ഇപ്പൊ ഞാൻ ചോദിച്ചാലോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഗ്രൂപ്പിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി. ചില സമയങ്ങളിൽ ഞാൻ പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് ഞാനൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതൊന്ന് സാറ് വായിക്കണമെന്ന് നിങ്ങൾക്ക് ഓൺ ആക്കിയിട്ട് പറയാവുന്നതുമാണ്. പറഞ്ഞു വന്നത്, നിങ്ങളുടെ മൈക്കുകൾ ഒന്നും മ്യൂട്ട് അല്ല, ഏത് സമയത്തും നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ കുട്ടികളുണ്ടാവും, പരിസരത്തൊക്കെ മക്കളുണ്ടാവും, അവരെല്ലാം ശബ്ദം ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മൈക്ക് ഓൺ ആയോ അല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. നമ്മളെ കൂടെയുള്ള 1 or 2 ആളുകളൊക്കെ നമ്മൾ ഹോസ്റ്റ് ആക്കിയിട്ട് നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ അവര് ഒന്നുകിൽ നിങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്യും. മൈക്ക് ഓഫ് ചെയ്യാൻ നിങ്ങൾ മറന്നെങ്കിൽ അവർക്ക് ഓഫ് ആക്കുന്നതിനേക്കാൾ ഈസി നിങ്ങളെ പുറത്താക്കാനായിരിക്കും. അപ്പൊ ഫീസെല്ലാം അടച്ചിട്ടും പിന്നെ ക്ലാസ് നിന്ന് പുറത്താക്കി എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് വരരുത്. മൈക്ക് ഓൺ ആവാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. മൈക്ക് ഓൺ ആക്കിയാൽ നിങ്ങൾ സംസാരിച്ചാൽ മതി. അപ്പൊ ഞാൻ മിണ്ടായിരിക്കും ചെയ്യുന്നോളാം. പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന സിസ്റ്റം അത് പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ഗൗരവത്തിൽ പഠിക്കുന്ന ഒരു പാഠഭാഗമാണെന്ന്, കാരണം ഇതൊരു ഫീസൊക്കെ വളരെ നിസ്സാരമാക്കിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് കരുതി നിങ്ങൾ ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. വലിയ വലിയ ഉപകാരങ്ങളുള്ള ഒരു മേഖലയാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ആത്മഹത്യക്ക് ഒരുങ്ങുന്ന ഒരാൾ, ആ ആൾക്ക് അയാളുടെ ചിന്തയുടെ പാറ്റേൺ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ അയാളുടെ പ്രശ്നത്തിന് സോൾവ് ആവും. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഒരു നിശ്ചിത സമയത്ത് വേണ്ട ഇടപെടാൻ ദൂതനായി നിങ്ങൾ ഒരു പക്ഷെ നിയോഗിച്ചിട്ടുണ്ടാവും, ദൈവം തന്നെ, ദൈവവിശ്വാസികളായ ആളുകളോട് പറയണേ. അപ്പൊ അങ്ങനെ ഒരു ദൂതനായി നിങ്ങളെ നിയോഗിച്ച സമയത്ത് നിങ്ങൾ തന്നെ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ അത് അപകടകരമായ അവസ്ഥയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയിൽ വായിച്ചു, അംഗനവാടിയിലെ കരിമൂർഖനെ കണ്ടു, ടീച്ചർ ബോധം കെട്ട് വീണു. ഇനി എന്താ ഉണ്ടാവുക? അപ്പോ എന്റെ മക്കളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം പോലും എനിക്ക് ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ആ കുട്ടികളെക്കാൾ മുതിർന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് കഴിയില്ല എങ്കിൽ വല്ലാത്തൊരു ആ ജോലിക്ക് ഞാൻ അർഹനാണോ എന്ന് ചോദിച്ചാൽ പോലും എന്താ മറുപടി പറയാ. എന്റെ ചെറിയ അനുജൻ ബാലവാടിയിൽ പോകുന്ന സമയത്ത് അവിടെ പാമ്പുണ്ടായിരുന്നു. സാധാരണ ധൈര്യ സമേതം പാമ്പിനെ കൊല്ലാനുള്ള
ചേച്ചിയുണ്ട്, അമ്മിണി ചേച്ചി അന്ന് വന്നിട്ടില്ല. അപ്പൊ എന്റെ അനുജന് ടീച്ചറാണെങ്കിൽ കുട്ടികളൊക്കെ വലിച്ചു കൊണ്ടുവന്ന് ടീച്ചർ കിട്ടുന്ന കുട്ടികളൊക്കെ വലിച്ചു ഓടി, പുറത്തേക്ക് ഓടി. പിന്നെ 1-2 കുട്ടികളെ വിളിച്ചു വരുത്തി, അവരെല്ലാം പുറത്തേക്ക് വന്നു. പക്ഷെ എന്റെ അനുജൻ ചെറിയൊരു വടി എടുത്തിട്ട് പോയിട്ട് അതിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞു. അപ്പോ കുട്ടി അങ്ങോട്ട് പോകുമ്പോൾ ടീച്ചർക്ക് പോകാതിരിക്കാനും വയ്യ, എന്നാൽ ടീച്ചർക്ക് അമ്മനെ പേടിയാണ്. എന്നിട്ട് ലാസ്റ്റ് അതിനെ കൊന്ന് അവൻ തന്നെ തോണ്ടി എടുത്ത് പുറത്തെത്തിയപ്പോഴാണ് ടീച്ചർക്ക് സമാധാനമായതെന്ന് പറഞ്ഞു. എന്നാൽ പോലും ചത്ത പാമ്പിനെ കണ്ടിട്ട് പോലും ടീച്ചർ വിറക്കുന്നു എന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള പേടികളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ മൈൻഡിൽ കയറി കൂടിയതാണ്. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞു ഇംപ്രിന്റിങ് സ്റ്റേജ്. അപ്പൊ അതിന്റെ ബാക്കി ഭാഗം പറഞ്ഞിട്ട് വേണം അടുത്ത പാഠത്തിലേക്ക് പോകാൻ എന്ന് കരുതിയിട്ടാണ് പറയണത്. ഇംപ്രിന്റിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിലേക്ക് നമ്മൾ ഉദയം കൊണ്ട ആ നിമിഷം മുതൽ നമുക്ക് 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് ഇംപ്രിന്റിങ് സ്റ്റേജ് പറയുന്നത്. അപ്പൊ ആ സമയത്ത് എന്തിനെയെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ അങ്ങനെ മൈൻഡ് വളരെ ഭയത്തോടെ സ്വീകരിക്കണമെന്നില്ല. എന്നാൽ പേടിയോടുകൂടെ നമ്മളെ മൈൻഡിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മുടെ പ്രോഗ്രാമിൽ സിസ്റ്റത്തിലൊക്കെ കയറി കയറുന്ന ഒരു വൈറസ് പോലെയാണ്. നമ്മളെ ഫോണിൽ ഒരു വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ ഫോൺ ഒരു ഉപയോഗത്തിനെടുക്കുമ്പോൾ ഹാങ് ആയി എന്ന് പറയും. എന്നിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയും ഇത് കംപ്ലീറ്റ് ഫോർമാറ്റ് ചെയ്തെങ്കിലേ, അതായത് അതിലുള്ള എല്ലാ പ്രോഗ്രാമും ഒഴിവാക്കിയെങ്കിലേ പുതിയ അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് അത് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയാറുണ്ട്. ഇതേപോലെ നമ്മളെ മൈൻഡിൽ കയറുന്ന ഒരു വൈറസ് പോലെയാണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ. അപ്പൊ ആ ചിന്തകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴേ ചിന്ത വന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയാ എന്ന് ഉത്തരം നമുക്കറിയില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ പ്രവർത്തനത്തിൽ ചില തകരാറുകൾ സംഭവിക്കുന്നുണ്ടാവും. ഇപ്പോ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ എനിക്കറിയാതെ ചില സമയത്ത് വിക്കുകൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്റെ വിക്ക് എന്ന ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു പാസ്റ്റ് ടെൻസില്. അതാ എന്റെ കുട്ടിക്കാലത്തുള്ള ചില ഭയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അതിനെ ഞാൻ ഓവർകം ചെയ്തിട്ടില്ല. ഇത് തെറാപ്പിയിലൂടെ പോയി ഓവർകം ചെയ്യുകയോ അല്ലെങ്കിൽ എന്റെ അധ്യാപകർ കണ്ടെത്തിയിട്ട് പരിഹരിക്കുകയോ ചെയ്തതല്ല. ഞാൻ എന്ന വ്യക്തിക്ക് ഇത് പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതങ്ങ് മാറ്റിവെച്ചതാണ്. അപ്പൊ വിക്ക് എന്ന സാധനങ്ങളൊക്കെ നമ്മുടെ NLP തെറാപ്പിയിലൊക്കെ വരുമ്പോൾ ഒരുപാട് കാലം വിക്ക് കൊണ്ട് നടന്ന ആളുകളൊക്കെ സെക്കൻഡ് കൊണ്ട് വിക്ക് മാറിയ സീനുകളുണ്ട്. അത് എന്താ പറയാ, ഇക്കിളി ആക്കുക. വിക്കുള്ള ആൾക്ക് അയാളുടെ പരിസരത്ത് തൊട്ടാൽ ഉടനെ ഒരു ഇക്കിളി വരും, ഓവറായിരിക്കും. നിങ്ങൾക്ക് വിക്കുള്ള ആളുകളെ പരിചയം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അവിടെ നമ്മൾ ഇക്കിളി ആക്കാൻ വേണ്ടി പോകുന്ന ഭാഗത്തേക്ക് കൈ കൊണ്ടുപോയാൽ തന്നെ അവർ തുള്ളൽ തുടങ്ങും, ചാടാൻ തുടങ്ങും. അപ്പോ അങ്ങനെയുള്ള ആളുകളെ ആ ഇക്കിളിയാക്കുന്ന അതേ സാധനം ഉപയോഗപ്പെടുത്തിയാൽ വിക്കങ്ങ് മാറും ചെയ്യും. ഒരിക്കൽ ഞങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വിക്കുള്ള, സീരിയസ് ആയി വിക്കുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളെ ഇതുപോലെ പായൽ കിടത്തി ഞങ്ങൾ ഇക്കിളിയാക്കി, എല്ലാവരും കൂടിയിട്ട് ഇക്കിളിയാക്കിയപ്പോൾ അയാൾ പറയേണ്ട വാക്കുകളെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം റിലാക്സ് ആയിട്ട് മാറിയുള്ളൂ. ഒരാളെ ഇക്കിളിയാക്കുമ്പോൾ നമുക്കൊന്നും ഉണ്ടാവില്ല, വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവില്ല അയാൾ പൊളയുന്നത് കാണുമ്പോഴും. എന്നാൽ അയാൾ സംസാരിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണം. കുറച്ച് കഴിയുമ്പോൾ അയാളെ ഇക്കിളിയും മാറി ഞങ്ങളെല്ലാവരും തളർന്നിരിക്കുകയും ചെയ്തു. എഴുന്നേറ്റിരുന്നിട്ട് ഉടനെ അയാൾ ചോദിക്കുകയാണ്, 10-35 വർഷമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വിക്ക് എന്ന ഈ പ്രശ്നത്തെ നിങ്ങൾ 2 സെക്കൻഡിനെ കിടത്തിയിട്ട് 2 ഇക്കിളിയാക്കിയാൽ മാറുമോ എന്ന ചോദ്യമുണ്ട്. അപ്പോൾ അതില് ആ ചോദ്യം കേൾക്കുമ്പോൾ സാധാരണക്കാരെല്ലാവരും എന്ത് ചെയ്യും, ഷോക്കാവും. എന്നാ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്, അവരെല്ലാവരും കൂടെ ചിരിച്ചു. എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ വലിയൊരു സെന്റൻസിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി വിക്കുണ്ടോ തനിക്ക് എന്ന് അവർ ചോദിച്ചപ്പോഴാണ് ആഹാ എന്റെ വിക്ക് മാറിയല്ലേ. അപ്പൊ നിസ്സാരമെന്ന് തോന്നുന്ന എന്നാൽ ആ വ്യക്തിക്ക് അതീവ ഗൗരവമായി മാറുന്ന ഒരാളുടെ ജനങ്ങളുടെ മുന്നിൽ പോയി സംസാരിക്കാൻ കഴിയാതിരിക്കുന്ന അല്ലെങ്കിൽ അപകർഷതാ ബോധം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഈ വ്യക്തിയുടെ ഒരു പ്രശ്നത്തിന് അതേ ഫ്രണ്ട് സർക്കിൾ ഉപയോഗപ്പെടുത്തിയിട്ട് കംപ്ലീറ്റ് മാറ്റുക എന്ന് പറയുമ്പോൾ, അതും കുറഞ്ഞ നിമിഷം കൊണ്ട് റിസൾട്ട് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിയും. കാരണം ഇത്ര നേരം അല്ലെങ്കിൽ ഇന്നലെ 1 മണിക്കൂർ എന്നെ സഹിച്ചിരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമല്ല, 1 മണിക്കൂർ മാത്രമല്ല, ഒരുപാട് ദിവസം നമുക്ക് അങ്ങോട്ടും കൊടുക്കലും വാങ്ങലുമായിട്ട്, അറിവിന് കൊടുക്കലും വാങ്ങലുമായി നമുക്ക് മുന്നേറാൻ കഴിയുമെന്നർത്ഥം. അപ്പോൾ ഒരാളുടെ പ്രയാസത്തെ മാറ്റുക എന്നതാണ് കൗൺസിലിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോൾ.
ഒരാളുടെ പ്രയാസത്തെ അത് മാനസികമായി നോക്കിയാൽ കാണൂല, പക്ഷെ അയാളുടെ പെരുമാറ്റത്ത് കാണും. എന്നാൽ നമ്മൾ പറയുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കൈ അളക്കുന്നതും ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാണ്. എന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് കൈ ഇങ്ങനെ കൊണ്ടുവന്നത്. ഇതേപോലെ നമ്മൾ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ പെരുമാറുന്നതെല്ലാം നമ്മൾ എന്തിന്റെയൊക്കെയോ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. അത് എന്റെ ഉള്ളിലുള്ള പ്രോഗ്രാം ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നുണ്ടാവുക. എന്റെ ഭാഷ അതിനനുസരിച്ചിട്ടാണ്, എന്റെ ആക്ഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതാണ് ലിംഗ്വിസ്റ്റിക് എന്ന വാക്ക് ഭാഷയുമായി കണക്റ്റഡ് ആണ്. അപ്പോ എന്റെ മൈൻഡിൽ എന്ത് ചിന്തയുണ്ടോ ആ ചിന്തയ്ക്കനുസരിച്ചിട്ടാണ് എന്റെ പ്രവർത്തനങ്ങൾ വരിക, അതിനനുസരിച്ചിട്ടാണ് എന്റെ വാക്കുകൾ വരിക. ഇത് മൂന്നും കണക്ട് ചെയ്തിട്ട് തന്നെയാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ചിന്തയും വാക്കും പ്രവൃത്തിയും പരസ്പരം കണക്റ്റഡ് ആണെന്ന് ബോധ്യമാവും എന്നർത്ഥം. ഒരാളുടെ ചിന്തയിലാണ് ഇത്തിരി പ്രശ്നമുള്ളത് എങ്കിൽ അയാളുടെ ആ ചിന്തയിൽ ഉള്ള പ്രശ്നത്തെ പ്രവർത്തനത്തിലും നമുക്ക് കാണാൻ കഴിയും, അയാളുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ നമ്മൾ പറഞ്ഞൊരു OCD, ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ. ഒരാൾക്കൊരു ഒബ്സസീവ് ഉണ്ട്, എന്തോ ഒരു സാധനത്തിന് ഒഴിവാക്കണം എന്ന ചിന്തയാണ്. എന്തെങ്കിലും നമ്മളൊന്ന് ഒഴിവാക്കാൻ ആഗ്രഹിച്ചാൽ എത്രത്തോളം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നോ അത് അത്രത്തോളം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ ഒഴിവാക്കാനും കഴിയില്ല, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തുടർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ, കുടുംബത്തിന്റെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിലൊക്കെ ഇയാളൊരു കോമാളിയായിട്ട് മാറുകയാണ്. അത് അദ്ദേഹത്തിന് അപകർഷതാ ബോധം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സെൽഫ് എസ്റ്റീമില് കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അയാൾ ജസ്റ്റ് വിഷയം, ആ ചിന്തയുടെ ആ പാറ്റേൺ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പൊ അയാളുടെ ആ ചിന്തയുടെ പാറ്റേൺ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അയാളുടെ പ്രവർത്തനം മാറിയത് മാത്രമല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ ചിന്തയും മാറി, അയാളുടെ പ്രോഗ്രാമിങ്ങും മാറി, ആകെ മാറി. അപ്പൊ നമ്മൾ തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കൂട്ടുകാരെ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ആളുകൾ പറയും, യെസ്, നിന്റെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടല്ലോ, നിന്റെ സംസാരത്തെ കുറിച്ചൊരു കാഠിന്യം കൂടിയിട്ടുണ്ടല്ലോ എന്നല്ല. ഇത് പറയുമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വന്ന ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഇത് NLP ബേസിക് ലെവൽ 1 നടത്തുന്നത്, NLP അല്ല, കൗൺസിലിംഗ് ലെവൽ 1 നടത്തുന്നത് 4ാമത്തെ ബാച്ചാണ്. ആദ്യ ബാച്ചിൽ വന്ന, അല്ലെങ്കിൽ 2ാമത്തെ ബാച്ചിൽ വന്ന, 3ാമത്തെ ബാച്ചിൽ പങ്കെടുത്ത ആളുകളെല്ലാം നമ്മളെ കൂടെ ഉണ്ട്. അവർക്കൊന്നും ഫീസ് അടക്കേ വേണ്ട, കൂടെ വരാവുന്നതാണ്. എന്നാൽ ചോദ്യങ്ങൾ ചോദിച്ചും എന്താ പറയാ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തും ഒക്കെ നമുക്ക് കൂടെ കൂടാവുന്നതുമാണ്. അപ്പോ കൗൺസിലിങ്ങിന്റെ ഗോൾ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനം മറ്റൊരാളുടെ ഒരു ദുരിതത്തെ, ഒരു പ്രയാസത്തെ മാറ്റിക്കൊടുക്കുക എന്ന് തന്നെയാണ്. അതിനേക്കാൾ പ്രധാനം എന്താണെന്ന് വെച്ചാൽ സെൽഫ് അവയർനെസ്. യെസ്, എനിക്ക് എന്നെ കുറിച്ചുള്ള അവയർനെസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, യെസ്, എന്റെ വാക്കുകൾ ഞാൻ സൂക്ഷിക്കൽ തുടങ്ങും, എന്റെ പെരുമാറ്റങ്ങൾ ഞാൻ സൂക്ഷിക്കൽ തുടങ്ങും. യെസ്, എന്റെ നടത്തവും ഇരുത്തവും, എന്താ പറയാ, നോട്ടവും, എന്തെല്ലാം എന്നിൽ നിന്നും മറ്റൊരാൾക്ക് അനുഭവിക്കാൻ കഴിയുമോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അവയർനെസ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി ശുദ്ധനാകുന്നു, സംശുദ്ധനാകുന്നു, മറ്റൊരാൾക്ക് എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടും വരാണ്ടാകുന്നു. അയാൾ എന്നെ കാണുമ്പോൾ അയാൾക്ക് ആനന്ദം ലഭിക്കൽ തുടങ്ങും. ഇങ്ങോട്ട് കാണുമ്പോഴേ നമുക്ക് അയാൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പോസിറ്റീവ് വൈബുള്ള ഒരാളായി നമുക്ക് മാറാൻ കഴിയാന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കുറിച്ച് അറിഞ്ഞാൽ മതി. ഞാൻ എന്നെ അറിയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ സൃഷ്ടാവിനെയും അറിയാം, എൻ്റെ ദൈവത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയും. കാരണം എനിക്ക് ഫ്രീ മൈൻഡാണ്. മറ്റൊന്ന്, നമ്മളാണെങ്കിലോ ഇതുവരെ ഉണ്ടായിരുന്നു നമ്മൾ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കലായിരുന്നു. എനിക്ക് എന്താണോ പ്രശ്നം ആ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കും. എനിക്കൊരു പ്രശ്നമില്ലെങ്കിൽ ഞാൻ മറ്റൊരാളുടെ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കലാണ്. അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്കറിയാം, നമ്മളെ കുടുംബത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മളെ അയൽ വീടുകളിലൊക്കെ പരസ്പരം അവിടുത്തെ പ്രശ്നം ഇവിടെ വന്ന് പറയുന്ന കുറെ ആളുകൾ. അപ്പോ മറ്റൊരാളുടെ പ്രശ്നം ഇവിടെ വന്ന് പറയുന്ന ഒരാൾ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ സബ്ജക്റ്റ് ഞാനാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. വേറൊരാളുടെ കുഴപ്പം പറയുന്ന ഒരാൾ നമ്മളെ മുന്നിൽ പെട്ടാൽ ഉടനെ പറയേണ്ടത് എനിക്കത് താല്പര്യമല്ല. എന്റെ താല്പര്യമില്ലാതിരിക്കാനുള്ള കാരണം അവിടുത്തെ കേസ് നീ ഇവിടെ വന്ന് പറഞ്ഞു, ഇനി നീ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോഴും അവിടെ ഒരു കഥാപാത്രം ഉണ്ടാവും. ആ കഥാപാത്രം ഞാനാണെന്ന് ഞാൻ ആദ്യമേ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, അവിടുത്തെ കംപ്ലൈന്റ്, അയാളുടെ കുഴപ്പം എന്നോട് പറയണം.
അല്ലേ? നമ്മുടെ കുറെ ഫ്രണ്ട്സ് സർക്കിളിൽ കുറെ ആളുകൾ ഉണ്ടാവും. ആരോടും പറയരുത്, ഞാൻ നിന്നോട് മാത്രം പറയാം. ഇതേ ഡയലോഗിലാണ് അയാൾ സ്ഥിരമായി സംസാരിക്കുന്നുണ്ടാവുക എന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. അപ്പൊ ഒരു അവയർനെസ്, എനിക്ക് എന്നെ കുറിച്ച് അവയർനെസ് ഉണ്ടോ? യെസ്, എനിക്ക് മറ്റൊരാളെ കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാവും. അപ്പൊ നമുക്ക് പോസിറ്റീവ് വൈബ് തരുന്ന ആളുകളുടെ കൂടെ ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക. എന്നാൽ നെഗറ്റീവ് വൈബ് തരുന്ന കുറെ, നെഗറ്റീവ് തോട്ട്സ് തരുന്ന കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ചിന്തകളിലും ഈ നെഗറ്റീവ് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ പോസിറ്റീവാക്കി മാറ്റണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അങ്ങനത്തെ ആളുകളുടെ റിലേഷൻഷിപ്പിന് കുറച്ച് ലിമിറ്റ് വരുത്തുക. കട്ട് ചെയ്ത് ഒഴിവാക്കാനല്ല, അതിനൊരു പരിമിതി വെക്കുക. ആ പരിമിതി വെക്കുന്ന സമയത്തിന് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ചില ആളുകൾ ഉണ്ടാവും, കേസ് നമ്മളോട് പറയുന്നുണ്ടാവും. എന്ത് കേസ്? എന്റെ കേസ്, നിന്റെ കുടുംബത്തിൽ എന്തെല്ലാം ഉണ്ട്, വീട്ടിൽ എന്തെല്ലാം ഉണ്ട് എന്നെല്ലാം ചോദിക്കുന്നത് ക്ഷേമം അന്വേഷിക്കാൻ തോന്നിപ്പോവും. ക്ഷേമം അന്വേഷിക്കല്ല, പ്രശ്നത്തിലേക്ക് തോണ്ടിയെടുക്കാൻ. ചില നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന അതേ കേസാണ് അവൾ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അറിയാം, കഴിഞ്ഞ കുറച്ച് മുമ്പ് ഒരു 35-38 വയസ്സായ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞു. എന്തിനാ കൊന്നെന്ന് ചോദിച്ചാൽ അയാൾ സ്ഥിരമായി ചോദിക്കുന്നു, നിന്റെ വിവാഹം എന്തായി, വിവാഹത്തെ കുറിച്ച് എന്തായി എന്ന് ചോദിക്കുന്നതാണ്. ഒരു വിവാഹത്തെ കുറിച്ച് ചോദിക്കുന്ന, ക്ഷേമം അന്വേഷിക്കുന്ന ആളാണെങ്കിൽ ഇയാൾ അയാളെ കൊല്ലില്ല. കാരണം വെച്ചാൽ ഇയാളുടെയോ ഏറ്റവും വലിയൊരു മനസ്സിൽ പ്രശ്നമായി കിടക്കുന്ന ഒരു പ്രശ്നത്തിനെ അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല, എന്റെ കല്യാണങ്ങൾ നടക്കുന്നില്ല എന്ന ഫീലിങ്ങോട് നടക്കുന്ന ഒരാൾ വഴിയിൽ കാണുമ്പോൾ ചോദിക്കുകയാണ്, അല്ല എന്താണ് നിന്റെ പ്രശ്നം, അല്ലെങ്കിൽ എന്തായി, ആ പ്രശ്നം എന്തായി എന്ന് ചോദിക്കുന്നതോടുകൂടെ അയാൾ നിരാശ വരികയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യകർത്താക്കളെ തീർക്കുക എന്നതാണ് പുതിയ തലമുറയുടെ പോളിസി. അപ്പൊ ഞാൻ പറഞ്ഞത് അവരെ തീർക്കാൻ വേണ്ടി കൊലപാതക കുറ്റത്തിന് അല്ലെങ്കിൽ പ്രയാണ കുറ്റത്തിന് എന്നെ ഇനി നാളെ ജയിലിലേക്ക് വിടരുത്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ചില ചോദ്യങ്ങൾ നമ്മളെ മുറിവാക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചോദ്യങ്ങളും വേറെ കുറെ ആളുകളെ മുറിവാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മുറിവായ ഒരുപാട് ആളുകൾ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ സമീപിക്കുമ്പോൾ യെസ്, നമ്മൾ ആസ് എ കൗൺസിലർ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് അയാളെ കേൾക്കുക എന്നതാണ്. കേൾക്കുക, ഫീലിംഗ് ഏറ്റെടുക്കുക അല്ല. ഒന്നും കൂടെ, അയാൾ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കാം. പക്ഷെ എന്ത് ചെയ്യണ്ട, നമ്മൾ അതിലെ സങ്കടം കേട്ടിട്ട് കരഞ്ഞിട്ട് അയാള് സാരല്ല പോട്ടെ എന്ന് പറയുന്ന, ആര് പറയുന്ന, ക്ലയന്റ്, കൗൺസിലർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാന്ന് അർത്ഥം. സങ്കടം മുഴുവൻ പറയുമ്പോൾ തേങ്ങി കരയുന്ന കൗൺസിലർ, അത് നമ്മളായിക്കൂടാ. കേൾക്കുക മാത്രമേ നമ്മുടെ ഡ്യൂട്ടിയുള്ളൂ. യെസ്, അദ്ദേഹത്തിന്റെ ശ്രോതാവ് നമ്മളാവുക. അപ്പൊ കേൾവിക്കാരൻ എന്ന ക്വാളിറ്റി നിങ്ങളിലുണ്ട് എന്ന കാരണം വെച്ചാൽ 1 മണിക്കൂർ ഇന്നലെ നിങ്ങൾ എന്നെ കേട്ടു, അത് തന്നെയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട്. സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് വഴിയേ സംഘടിപ്പിക്കാം. NLP പഠിച്ചു, ഇത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് PGയോ ഡിഗ്രിയോ ഒക്കെ ഡിസ്റ്റൻസ് ആയിട്ട് എഴുതിയെടുത്താലും മതി. അപ്പൊ ഒരു കോൺഫിഡൻസ് ലെവലിൽ വർക്ക് ചെയ്യണമെന്ന ചിന്തയേക്കാൾ പ്രധാനമായി ഒന്ന് എനിക്കൊന്ന് മാറണം എന്ന ചിന്ത വന്നാൽ മതി. കാരണം ഇത്ര കാലം നമ്മൾ ജീവിക്കുന്നുണ്ട്, ജോലി, നിങ്ങൾ വേറെ എന്തോ ജോലി ചെയ്യുന്നുണ്ട്, അപ്പൊ ജീവിക്കാൻ ഇത് വേണ്ട. എന്നാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇടപെടുന്ന എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ വിദ്യാർത്ഥികൾ, എൻ്റെ നാട്ടുകാർ, എൻ്റെ കുടുംബക്കാർ, അവരോടൊക്കെ ഞാൻ എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്ന് ഞാൻ അവെയർ ആവുന്നത് NLPക്ക് ശേഷമാണ്. എൻ്റെ മക്കളും എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഭാര്യയും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അറ്റൻഡ് ചെയ്യാൻ എന്നെ അല്ലെങ്കിൽ സോഫ്റ്റ് എന്നൊരു മേഖലയിലേക്ക് ഞാൻ തിരിച്ചറിയണത് ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ്. മറ്റത് ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് അവിടെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഞാൻ അത് ഇന്ന സമയത്ത് ചെയ്തെങ്കിലേ അത് അങ്ങനെ ആവുള്ളൂ എന്ന ഫീലിങ്ങിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാനൊരു കമാൻഡറാണ് ഉണ്ടാവുക. കുടുംബത്തിൽ വന്നാൽ അത് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, സ്കൂളിൽ പോയാൽ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയാലും അങ്ങനെ അങ്ങോട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളുകളായിരിക്കും, സ്വീകരിക്കുന്ന ആളുകളാവില്ല. മറ്റൊരാൾ പറയുന്നതിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായിട്ട് ഞാൻ മാറിയിട്ടുണ്ടാവില്ല. അപ്പൊ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക, മറ്റുള്ളവനെയും മനസ്സിലാക്കുക. എന്നെ മനസ്സിലാക്കുന്നവനെ മറ്റുള്ളവനെ മനസ്സിലാക്കാൻ കഴിയും, സ്വയം തിരിച്ചറിയുന്നവൻ. അപ്പൊ നമുക്ക് ഈ കൗൺസിലിംഗ് എന്ന ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ എത്തുന്നത് കൊണ്ട്
ഫസ്റ്റ് നിങ്ങൾ കിട്ടുന്നത് ഏത് ടോപ്പിക് എടുക്കുകയാണെങ്കിലും മറ്റുള്ളവനല്ല മാറേണ്ടത്, ഞാൻ തന്നെയാണെന്ന തിരിച്ചറിവ് വരും. അപ്പോൾ നമുക്ക് സെൽഫ് അവയർനെസ് എന്ന ഒരു ടോപ്പിക്കാണ് ഇതിലെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പറയേണ്ടതും നമ്മൾ തിരിച്ചറിയേണ്ടതും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞൊരു വാക്കും കൂടെ ഉണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റൊരാളുടെ ബിൽഡിങ്ങിലല്ല, നമ്മളിൽ തന്നെയാണ്. ഒരുപാട് കോഴ്സുകൾ നിങ്ങൾ ഓൺലൈനായിട്ടും മറ്റൊക്കെ നിങ്ങൾ പഠിച്ചെടുത്ത ആളുകളാണ് എൻ്റെ കൂടെ വന്നവർ. നിങ്ങൾ പഠിച്ചെടുത്ത ക്ലാസ്സുകൾ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നതിനേക്കാൾ പ്രധാനമായിരിക്കും ഈ പറയുന്ന ഒരൊറ്റ വാക്ക്, സെൽഫ് അവയർനെസ്. ഞാൻ എന്നെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ എന്ന വ്യക്തി, ഞാൻ ഇടപെടുന്ന ആളുകൾക്ക് പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന ആളാണോ അല്ല ഒന്നും കൊടുക്കാത്ത ആളാണോ? ഒരു പുഞ്ചിരിയെങ്കിലും നമ്മുടെ മുഖത്ത് ഫിറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആൾ നമ്മളാണ്. സങ്കടം, അത് ദേഷ്യം, പ്രശ്നം, ഫ്രസ്ട്രേഷൻ, ഇതെല്ലാം നമ്മുടെ മുഖത്തുണ്ടാവുമ്പോൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അതേ ഉണ്ടാവുള്ളൂ. സ്വസ്ഥത ഇല്ലാത്ത ആളായിട്ട് മാറും. ഇത്തിരി റിലാക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉറങ്ങേണ്ടി വരും. ഉറക്കം കിട്ടുന്നില്ല, കാരണം ഇതേ മനസ്സിൽ വരുമ്പോൾ ഉറങ്ങാൻ കിടന്ന ഈ പ്രശ്നങ്ങളൊക്കെ തലയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സ്വസ്ഥത കിട്ടണമെങ്കിൽ നമ്മൾ മരിക്കേണ്ടി വരും, മൂക്കിൽ പഞ്ഞി വെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സീനിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഞാൻ എന്ന വ്യക്തി മറ്റുള്ളവരുടെ കാഴ്ചയിൽ എങ്ങനെയുണ്ട്, അയാൾ കേൾക്കുന്ന എൻ്റെ വാക്കുകൾക്ക് എത്രത്തോളം പോസിറ്റീവ് വൈബുണ്ട്, അല്ലെങ്കിൽ ഞാൻ പോസിറ്റീവായി സംസാരിക്കാൻ പരിശീലിക്കേണ്ടതുണ്ട്, ഞാൻ പുഞ്ചിരിക്കാൻ ശീലിക്കേണ്ടതുണ്ട്. എൻ്റെ കാഴ്ചയും ഞാൻ എന്ന വ്യക്തിയെന്ന് എന്നെ മറ്റുള്ളവർ കാണുന്നുണ്ടല്ലോ, ആ കാഴ്ചയും ഞാൻ എന്ന വ്യക്തിയുടെ ശബ്ദം അവർ കേൾക്കുന്നുണ്ട്, ആ കേൾവിക്കുള്ള എൻ്റെ സ്വരങ്ങളും വാക്കുകളും മൃദുവാക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബക്കാർ പറയും, നീ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ടല്ലോ, മുമ്പ് ഉണ്ടായിരുന്നത് പോലെ അല്ല നീ. കുടുംബക്കാര് നമ്മുടെ കൂടെ, നമ്മൾ ആരുടെയൊക്കെ കൂടെയാണോ ജീവിക്കുന്നത്, അവര് പറയും പഴയ ആള് മാറിയിട്ടുണ്ടെന്ന്. ആ മാറി എന്ന് പറയണമെങ്കിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ടത് ഈ സെൽഫ് അവയർനെസ്സിനെയാണ്. അപ്പോഴേ നമുക്ക് മറ്റൊരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലിലേക്ക് നമ്മൾ എത്തുള്ളൂ. കാരണം നമ്മള് ഈ പറയപ്പെട്ട ടെൻഷനും ഫ്രസ്ട്രേഷനും ഒക്കെ ഒഴിവാക്കിയെങ്കിലല്ലേ അവരിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒന്നും വലുതല്ല, ഇതുവരെ വലുതായി കണ്ടത് പ്രശ്നങ്ങളെയായിരുന്നു. പ്രശ്നങ്ങൾ മാറ്റിവെച്ച് ഞാൻ എന്ന വ്യക്തി അതിനെ വലുതാക്കിയാൽ മതി, അപ്പൊ പ്രശ്നങ്ങൾ ചെറുതാവും. ഇതുവരെ നമ്മൾ കണ്ടത് പ്രശ്നങ്ങൾ വലുതായിരുന്നു, അപ്പൊ നമ്മൾ എന്ന വ്യക്തി ചെറുതായിരുന്നു. ഇനി പ്രശ്നങ്ങൾ മാറ്റിവെക്കുന്നു, ഞാൻ എന്ന വ്യക്തിക്ക് അപാര സാധ്യതകളുണ്ട്. എന്നാൽ നമ്മൾ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ഉടനെ നമ്മൾ ഇനി എന്താ ചെയ്യാ, ഇനി മരിക്കല്ലാതെ മാർഗമില്ല എന്ന് പറയുന്നതല്ല ശരിയായ രീതി. നമുക്ക് ഇനിയും അപാരമായ സിദ്ധികളുണ്ട്, സമയം ഇനിയുമുണ്ട്. അതിന് നമ്മൾ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നതിന് പകരം ആ ചിന്തയെ ഒന്നും കൂടെ വിശാലമാക്കിയാൽ മതി. അപ്പൊ നമുക്ക് പുതിയ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതോടനുബന്ധിച്ച് തന്നെ ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഇപ്പോ ഞാൻ എന്ന വ്യക്തി സ്കൂളിലെ അധ്യാപകനാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിൽ ഞാൻ കൗൺസിലിങ്ങിന് ഇരിക്കാറുണ്ട്. കൗൺസിലിങ്ങിൽ എനിക്ക് ക്ലയന്റുകൾ അയച്ചു തരാറുള്ളത് പോലീസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ കോടതിയിൽ നിന്നൊക്കെ ആയിരിക്കും. കോടതിയിൽ നിന്നൊക്കെ അവർ വാങ്ങുന്ന ഫീസ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനിപ്പോൾ ഫീസ് ഇട്ടുള്ളത് 5000 രൂപയാണ്. എൻ്റെ കൂടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഞാൻ റെഫർ ചെയ്ത് കൊടുക്കാറുണ്ട്, അവരും എനിക്ക് ക്യാഷ് തരാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ചെയ്യണമെന്ന് പറയാനല്ല, ഈ ഒരു മേഖലയിൽ ഇങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ആളുകളുടെ അളവ് കുറവാണ്. എല്ലാവർക്കും ഒരുപക്ഷെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവാം, ഒരുപാട് ആളുകളിൽ ഈ പറയപ്പെട്ട സർട്ടിഫിക്കറ്റ് ഉണ്ടാവാം, കൗൺസിലിങ്ങിന്റെ എല്ലാവിധ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. പക്ഷേ അന്വേഷിച്ച് ചെല്ലുന്നത് ഒരുപാട് ആളുകളിലേക്കല്ല. എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എന്നെ എവിടെ അന്വേഷിക്കാന്ന് വെച്ചാൽ, നിങ്ങൾ പത്രങ്ങൾ വായിച്ചു നോക്കിയിട്ട് മറിച്ച് നോക്കിയിട്ട് എവിടെയെങ്കിലും കൗൺസിലിംഗ് എന്നൊരു പരസ്യം നിങ്ങൾ കാണാറുണ്ടോ? ഇനി കണ്ടാൽ തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യും, നമ്മുടെ ഡീറ്റെയിൽസ് അവർ ചോദിക്കുക ചെയ്യും. നിങ്ങൾ ഒറിജിനൽ ആണോ, എന്താ നിങ്ങളുടെ പ്രശ്നം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്.
അപ്പോൾ പരസ്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവരെന്താ ചെയ്യുക, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രശ്നത്തിന് ആരെങ്കിലും ഒരാളോട് പറയാ ചെയ്യുക. ആ പറയുന്ന ഒരാൾ നമ്പർ കൊടുത്താൽ ആ ആളിലേക്ക് അവർ പോകും. അപ്പോൾ അത് എത്രത്തോളം വിദഗ്ധനാണ്, ആരെ നമ്പർ അവർ കൊടുക്കാന്ന് ചോദിച്ചാൽ അവർക്ക് ഒരിക്കലെങ്കിലും ഈ പറയപ്പെട്ട ആളടുത്തേക്ക് പോയിട്ട് എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ പ്രശ്നം ഒരിക്കൽ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞും നമ്മളിലേക്ക് അന്വേഷിച്ചു വരും അവർ. ഞാൻ 2008 ഇത് NLP പഠിക്കുന്ന സമയത്ത് എൻ്റെ അധ്യാപകൻ ആ കേസ് ഒന്ന് സോൾവ് ചെയ്തേ എന്ന് 2ാമത്തെ ക്ലാസ്സിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു. അത് മുക്കം പരിസരത്തുള്ള ആളുകളാണ്, താമരശ്ശേരി മുക്കം. അവിടെയുള്ള ഒരാളുടെ കേസ് എന്നെ കൈകാര്യം ചെയ്യാൻ തൽക്കാലത്തേക്ക് ഏൽപ്പിച്ചു. അപ്പൊ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച സെയിം ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ അതിൽ ഇടപെട്ടു. അപ്പോ ശരിക്ക് ഈ ക്ലയന്റ് എന്റെ ക്ലയന്റ് അല്ല, സാറിന്റെ ക്ലയന്റാണ്. എന്നിട്ട് സാർ എന്താ ചെയ്തത്, എന്നെ റെഫർ ചെയ്തു, ഞാൻ ഇടപെട്ടു, ലാസ്റ്റ് അവർ റിസൾട്ട് കൊടുത്തു, സംഭവം സൂപ്പർ. എന്റെ നമ്പറും വാങ്ങിപ്പോയി. അത് 2008 എന്നാൽ ആ ആളുടെ റെഫറൻസിൽ അല്ലെങ്കിൽ ഇവർ കൊടുത്ത നമ്പർ പ്രകാരം കഴിഞ്ഞ ആഴ്ചയിലാണ് എൻ്റെ അടുത്തേക്ക് ആള് വന്നത്. ഞാൻ പറഞ്ഞു തന്നത് കഴിഞ്ഞ ആഴ്ചയും വന്നു എന്നുള്ളതാണ്. അയാൾ വന്നു എന്ന് പറയുമ്പോൾ എത്ര വർഷം മുമ്പാണ് ഇടപാട്. അപ്പൊ നമ്മൾ ഒരാളുമായി ഒരു കണക്ഷൻ വെക്കുന്നത് അതൊരു ഒരു ഒരു മരം നടുന്നത് പോലെയാണ്. ഒരു വിത്തിലാണ്. ആ വിത്തിൽ നിന്നും എത്ര വിത്തുണ്ടാവും, ആ മരത്തിൽ എത്ര കായ ഉണ്ടാവും, ആ കായയിൽ എത്ര വിത്തുണ്ടാവും, അത് എന്താ പറയാൻ കഴിയാത്തതാണ്. അപ്പോ ആസ് എ കൗൺസിലർ നിങ്ങൾ ഒരാളുടെ ഒരു പ്രശ്നത്തിന് സോൾവ് ചെയ്താൽ അയാളാണ് നിങ്ങളുടെ പരസ്യം, അയാളാണ് നിങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുന്ന ആ ആദ്യത്തെ വ്യക്തി എന്നുള്ളതാണ്. അപ്പോ ഒരു വ്യക്തിയുടെ പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വലിയ വാതായനം, ഓപ്പണിങ് നിങ്ങൾ തുറക്കുക. പിന്നെ അയാളിലൂടെ നിങ്ങൾക്ക് നല്ല മനുഷ്യന്മാരാണെങ്കിൽ കേട്ടോ, അത് എന്റെ പ്രശ്നം പരിഹരിച്ചു, ഞാൻ ആരെയും അറിയിക്കൂല എന്ന് പറഞ്ഞ വിഭാഗം വേറെയുണ്ട്. അപ്പോ എന്റെ പ്രശ്നം, എനിക്കങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഉദാഹരണത്തിന് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ നാട്ടിലെ ഒരാളുടെ കല്യാണം ഉണ്ട്. അപ്പൊ ആ കല്യാണത്തിന് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു പക്ഷെ നെറ്റ്വർക്ക് ഇല്ലാത്ത ഭാഗത്താണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ടായിരിക്കും എന്ന് കരുതി. അയാളുടെ മകളെ കല്യാണം കഴിക്കാൻ. അപ്പോ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുമ്പോഴാണ് യെസ് അയാൾ എന്നെ മറന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല, നല്ല പെട്ടെന്ന് കട്ട് ചെയ്യാൻ ചെയ്തു. അപ്പോ എന്ത് സംഭവം ചോദിക്കുമ്പോൾ പിന്നീട് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം രാത്രി, അടുത്ത 2ാമത്തെ ദിവസം രാത്രി അയാൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് കല്യാണം പറയാൻ മറന്നതാണ്, പേടിച്ചിട്ടാണ്. കാരണം നിന്നെ കണ്ടാൽ നീയാണ് ഈ കല്യാണം ഉണ്ടാക്കി നാട്ടുകാരെ അറിയുള്ളൂ. ഉദാഹരണത്തിന് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ കുട്ടി പ്രണയത്തിൽപ്പെട്ടതായിരുന്നു. ആ പ്രണയത്തിൽ നിന്നും അതിൽ നിന്ന് പിന്തിരിപ്പിച്ച ആൾ ഞാനായിരുന്നു. എന്നാൽ പ്രണയം ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ ചില കേസുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ബന്ധം തകരാൻ സാധ്യതയുണ്ട്. അവർ നമ്മളെ ഭയത്തോടെയാണ് കാണുന്നത്. കാരണം ഇത് ചില കാര്യങ്ങൾ, അവരുടെ രഹസ്യങ്ങൾ അറിയുന്ന ആൾ ഞാൻ, ചില ബിരിയാണി മിസ്സാകും. അപ്പൊ അതുകൊണ്ട് ആലോചിച്ചിട്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങിയാൽ മതി എന്നാണ് അനുബന്ധമായിട്ട് പറയാനുള്ളത്. തമാശയായിട്ട് പറഞ്ഞതാണ്. ചില ആളുകൾ അങ്ങനെയാണെന്ന് പറയാനാണ്. എന്നാൽ ഒരിക്കലും മറക്കാത്ത ഇങ്ങനെ ഒരുപാട് പേര് നമുക്കുണ്ടാവും എന്നതാണ് ഇതിന്റെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ടത്. മറ്റൊന്ന്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു മഹത്വമായിട്ട്, ഈ കൗൺസിലിങ്ങിന്റെ മഹത്വമായിട്ട് കാണേണ്ടത്, നമ്മൾ എന്ന വ്യക്തിക്ക് പേഴ്സണലായിട്ട് ഗ്രോത്ത് ഉണ്ടാവും എന്നതിൽ ഒരു തർക്കവും വേണ്ട എന്നുള്ളതാണ്. അതായത് പല പുതിയ ആളുകളെ കാണുന്നത് മാത്രമല്ല, പുതിയ പരിചയക്കാരെ കിട്ടുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് കുറേ എക്സ്പീരിയൻസ് നമ്മൾ നേടിക്കൊണ്ടേയിരിക്കും. കാരണം ഇപ്പൊ ഒരു പ്രണയം എന്നൊരു വിഷയമാണെങ്കിൽ എ എന്ന വ്യക്തി പ്രണയിച്ച പ്രണയമല്ല ആ ഫീലിംഗ് അല്ല ബി എന്ന വ്യക്തിക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മളെ കൂടെയുള്ള ആളുകളോടൊക്കെ പ്രണയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞാൽ, പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും വർണ്ണിച്ചാലും ഇതുവരെ എഴുതിയ പുസ്തകങ്ങൾ വന്നതൊക്കെയും എല്ലാം വ്യത്യസ്തമായിരിക്കും. എല്ലാവരുടെയും അനുഭവം വ്യത്യസ്തമായിരിക്കും. കാരണം ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്. അത് തന്നെയാണ് കാരണം. അപ്പോ ഒരാളുടെ ഇൻസിഡന്റ് അയാൾ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് കേട്ടാൽ മതി, അല്ലാതെ എന്ത് ചെയ്യേണ്ടതില്ല, അതിലങ്ങോട്ട് ഇരുന്ന് പോവേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പൊ നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് പേഴ്സണൽ ഗ്രോത്തിനുള്ള ഒരുപാട് സാധ്യതകൾ
ഈ കൗൺസിലിംഗ് മേഖലയിലൂടെ നമുക്കുണ്ടാവും. അതുപോലെ ബന്ധങ്ങൾ ദൃഢമാവും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കല്യാണം നഷ്ടപ്പെടും എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരാളെ കണ്ടാൽ നമുക്ക് സമയമില്ലെങ്കിൽ പോലും ഞാനും അയാളുമായി ഇത്തിരി നേരം സംസാരിക്കുമ്പോൾ ആ സംസാരം പോലും അദ്ദേഹത്തിന് കുളിർ നൽകും, ആശ്വാസം നൽകും. അപ്പോ ബന്ധം അയാൾക്കൊരു പ്രയാസമുണ്ടെങ്കിൽ നമ്മളിലേക്ക് തന്നെ വരും. പണം ചോദിച്ചിട്ട് വരുമെന്നല്ല പറഞ്ഞത്. നമ്മളങ്ങനല്ല പണം ചോദിക്കുന്നവരെ ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ. അതൊന്നല്ലാതെ തന്നെ ബന്ധങ്ങൾക്ക് വേണ്ടി ദൃഢമായ ഒരു താല്പര്യത്തോടുകൂടി നമ്മളിലേക്ക് വെളിപ്പെടാം. പ്രത്യേകിച്ച് കുടുംബത്തിലെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പോയി, ഞാനൊക്കെ ആദ്യം അങ്ങനെ എഴുതും, ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ച വീട്ടിൽ പോയാൽ വിട്ടു നിന്ന് ഒന്നെങ്കിൽ ആ ബോഡിയും കണ്ട് ഒന്ന് സൈഡിലേക്ക് മാറി നിന്ന് തിരിച്ചു പോയി. ഈ NLPക്ക് ശേഷം ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ആ മരണം കാരണത്താൽ ദുഃഖം അനുഭവിക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടാവും. അത് ആണ് വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ആ കുടുംബത്തിൽ കരയുന്ന ഒരാണുണ്ടെങ്കിൽ ആ ആണിനെ ഞാൻ കൈ കൊടുക്കുകയും അയാളെ ഹഗ് ചെയ്യുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തേ തിരിച്ചു പോവുകയുള്ളൂ. അപ്പോ അത് ഒരു ദിവസത്തെ സംഭവമാണ്. മരണ വീട്ടിൽ നമ്മൾ പോകുന്നു, ആ മരിച്ച വ്യക്തിയോട് നമ്മളൊന്ന് ആദരമർപ്പിക്കുന്നു. ആ വേർപാട് കൊണ്ട് സങ്കടപ്പെടുന്ന ആൾക്ക് ചെറിയൊരു ആശ്വാസം നമ്മൾ കൊടുക്കുന്നു. ജസ്റ്റ് ഒരു കൈ കൊടുക്കുന്നു, ഹഗ്ഗിങ് കൊടുക്കുന്നു, ആശ്വാസ വാക്ക് പറയുന്നു, നമ്മൾ പോരുന്നു. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലത്താണ് ഇങ്ങനെ നമ്മൾ ഒരാൾ പെരുമാറിയെങ്കിൽ അയാൾക്ക് ജീവിതകാലം മുഴുവനും മറക്കാൻ കഴിയാത്ത ഒരു ബന്ധം നമ്മളുമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണത്. പ്രത്യേകിച്ച് തകർന്ന ദിവസമാണത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന സമയത്താണ് നമ്മൾ ആശ്വാസം കൊടുക്കുന്നത്. അപ്പോ പാഠഭാഗത്തിലേക്ക് വരുന്നതിനേക്കാൾ നിങ്ങൾക്ക് ചില നിർദ്ദേശം കൂടെ തരികയാണ്. പാഠം വരാൻ താല്പര്യമില്ല എങ്കിലും നിങ്ങൾ ഒരു മരണ വീട്ടിൽ പോയാൽ അവിടെ 2 നേരം സംസാരിക്കുന്ന ആളുകളുണ്ടാവും ഫുൾ ടൈം. അവരോടല്ല, അവിടെ കരയുന്ന ഒരാളുണ്ട്. ആ കരയുന്ന ഒരാൾക്ക് അത്താണിയാവാൻ നിങ്ങൾക്കായാൽ, സത്യസന്ധമായി പറയാണ്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്, ഏത് ആൾക്കൂട്ടത്തിനിടയിലും അയാൾ നിങ്ങളെ കണ്ടുപിടിക്കും. അയാൾക്ക് നിങ്ങളുമായുള്ള ബന്ധം അത്രയും വലുതായിരിക്കും. ചെറിയൊരു ഒരു തൊടൽ, ഒരു തലോടൽ, ഒരു ആശ്വസിപ്പിക്കൽ, അത് അയാൾക്ക് ഈ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വേണ്ട നിമിഷം നിങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുറെ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഒരു മരണ വീട്ടിൽ മാത്രമല്ല, മരണ വീട്ടിൽ പോയാൽ ഇങ്ങനെ ചെയ്യുമെന്ന് പറയാണ്. കൗൺസിലിങ്ങിലും അയാൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തി നമ്മളായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള കുറെ ബന്ധങ്ങൾ നമുക്ക് തരാൻ ഈ ഒരു കൗൺസിലിങ്ങിന്റെ ഭാഗമാണ്, അതിന്റെ ഗോൾപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയും. ദേഷ്യം വരികയാണെങ്കിലും യെസ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് നമുക്ക് അറിയും. അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ദേഷ്യം ഇങ്ങനെ കയറി വരുന്നുണ്ട്, യെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ദേഷ്യം പിടിക്കുന്നതല്ല, നമുക്ക് കൂളായിരിക്കാനും കഴിയും. അതൊരു ഇമോഷനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ കഴിയുക, എൻ്റെ വികാരങ്ങളെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, എൻ്റെ ലക്ഷ്യങ്ങൾ പോയപ്പോൾ ഞാൻ ആകെ ഡൗൺ ആവേണ്ട സമയത്ത് സ്കൂളാണ് ഇതൊരു എക്സ്പീരിയൻസ്, ഇതിനൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ. എൻ്റെ അധ്യാപകൻ പോൾ തോമസ് സാറിന്റെ ഭാര്യ മരണപ്പെടുകയാണ്, പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ബ്രദേഴ്സ് എല്ലാം, ഭാര്യയുടെ ബ്രദേഴ്സ് എല്ലാം അങ്ങ് അമേരിക്കയിലാണ്. അവർക്ക് ഇവിടെ മരണം പെട്ടെന്നുണ്ടായതുകൊണ്ട് തിരിച്ച് നമ്മുടെ നാട്ടിലെത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം 3 ദിവസം വേണം. അപ്പൊ ഈ 3 ദിവസവും ഈ ബോഡിക്ക് മുമ്പിൽ മക്കളും ഭർത്താവും നിൽക്കുകയാണ്. അല്ലാതെ ദുരന്തമുള്ളത് അല്ലെ. കാരണം ഇവർക്ക് വേറെ പണികളൊന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? ബോഡിക്ക് മുന്നിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കും, പോവും. ഈ കുടുംബത്തിലെ അംഗങ്ങൾ അവിടെ നിൽക്കും. അമ്മയാണ് പെട്ടെന്ന് മരണപ്പെട്ടത് കൊണ്ട് മക്കൾക്കുണ്ടാകുന്ന ദുരിതം വേറെ തന്നെ. കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സാറിന്റെ ഭാര്യയാണ് പോയിരുന്നത്. അപ്പൊ സാറിനും ബുദ്ധിമുട്ട് തന്നെ. ഒരാളുടെ മരണം ആ കുടുംബത്തിന് വലിയൊരു, പ്രത്യേകിച്ച് കുടുംബനാഥ മരണപ്പെടുകയാണെങ്കിൽ ആ വീടിന്റെ മേൽക്കൂര തകർന്നത് പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. പറഞ്ഞു വന്നത്, ആ ഒരു 3 ദിവസം, ഒരു ദിവസമല്ല 3 ദിവസം ഇവരനുഭവിച്ചത് എങ്ങനെ, ഇവരെങ്ങനെ ഓവർകം ചെയ്തു എന്നൊരു ചോദ്യം
ഒരു ക്ലാസ്സിൽ ഞാൻ സാറോട് ചോദിച്ചു. കാരണം ഇതൊരു കുടുംബത്തിലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇനി സംഭവിച്ചാൽ ഇവരൊക്കെ എങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തു, തരണം ചെയ്തു എന്ന് തിരിച്ചറിയാം. ഒരാൾ മരണപ്പെട്ടു, ഒരു ദിവസം നമുക്ക് ഉറക്കം ഒഴിവാക്കാം, ഉറങ്ങാതിരിക്കാം. 2 ദിവസം, 3 ദിവസം, 4-ാം ദിവസം ഇങ്ങനെ ഉറങ്ങാതെ നിൽക്കുന്ന മക്കളെ കുറിച്ച് ഒരാൾ പറഞ്ഞപ്പോഴാണ് ചോദിച്ചത്. ഒന്ന്, ഇത്ര വലിയ ദുരന്തം വന്നാൽ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്ന്. അപ്പൊ ആ ചോദ്യം തന്നെ അസ്ഥാനത്തായിരുന്നു. 2, എങ്ങനെ ഇവർ ഓവർകം ചെയ്തു എന്നുള്ള 2ാമത്തെ ചോദ്യത്തില് അച്ഛൻ പറയും, അതായത് ഇവരുടെ നമ്മുടെ സാറ് പറയുമായിരുന്നു, നിങ്ങൾ ടോയ്ലറ്റിൽ പോവുക, എന്നിട്ട് ടാപ്പ് തുറക്കുക, തുറന്നിടുന്ന ശബ്ദത്തിനിടയിൽ വാവിട്ട് കരയുക. നിങ്ങളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ഈ ടാപ്പിന്റെ ശബ്ദം അല്ലെങ്കിൽ വെള്ളം വീഴുന്ന ശബ്ദമേ പുറം ലോകം കേൾക്കാമോ. അപ്പൊ വാവിട്ട് കരയണം നിങ്ങൾ. ഇവിടെ ബാത്റൂമിൽ, ആളുടെ മുമ്പിലോ ബോഡിക്ക് മുമ്പിലോ അല്ല. അപ്പൊ അവരങ്ങനെ വെന്റിലേറ്റ് ചെയ്യുക എന്ന് പറയാം. അപ്പൊ നമ്മൾ റൂമിൽ ഇരിക്കുന്നു, മണിക്കൂർ കണക്കിന് നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദുർഗന്ധം ഉണ്ടാവും. നമ്മൾ പുറത്തേക്ക് വിടുന്ന നിശ്വാസവായുവിന്റെ സാന്നിധ്യം നമ്മുടെ റൂമിലുണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയിട്ടുണ്ടാവും. അപ്പൊ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്കൊരു ദുർഗന്ധം നമ്മുടെ റൂമിലുണ്ടാവും. അപ്പൊ നമ്മൾ ആ ദുർഗന്ധം ഒഴിവാക്കാൻ ജനലും വാതിലും തുറന്നിടുന്നത് പോലെ നമ്മുടെ മൈൻഡ് ഒന്ന് തുറക്കുകയാണ്, ഒരു ഓപ്പണിംഗ് ആണ് ഈ പറയപ്പെട്ട ടോയ്ലറ്റിലെ ഈ കരച്ചിൽ, വെന്റിലേഷൻ. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും, നേരെ പിന്നെ ബോഡിക്ക് മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിയും. അപ്പോഴും നമ്മുടെ മൈൻഡിൽ അമ്മ നമ്മളോട് പെരുമാറിയ സ്നേഹത്തോടെ ഇടപെട്ട നിമിഷങ്ങൾ നമ്മുടെ മൈൻഡിൽ വന്നുകൊണ്ടേയിരിക്കും. കാരണം ബോഡി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതേ സമയത്ത് തന്നെ കഴിഞ്ഞു പോയ സംഭവങ്ങൾക്കൊപ്പം തന്നെ ഒരു കുറ്റബോധം നമ്മുടെ മുന്നിൽ വരും. നമ്മൾ അവരോട് ദയ കാണിക്കേണ്ട സമയത്ത്, പരിഗണന കാണിക്കേണ്ട സമയത്ത് പരിഗണന കാണിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോ സാറിനെ പറഞ്ഞ, എൻ്റെ അധ്യാപകൻ പറഞ്ഞ വാക്ക് അങ്ങനെയായിരുന്നു. ഇവര് വലിയ വീട് വെച്ചു, എന്നിട്ട് അടുക്കള, പുകയുള്ള അടുക്കള ഒരു കുറച്ച് ദൂരമായിരുന്നു. ഒരു മുറ്റം നടന്നിട്ട് വേണം, അവിടെ പോയിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പം ഈ പാവം അത്ര ദൂരം നടന്നു പോയി ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് വരിക. എന്നാൽ ഗ്യാസും സാധനങ്ങളും അതുപോലും അവിടെയാണ് വെച്ചിരുന്നത്, അതുപോലും ഇങ്ങോട്ട് വെച്ചിട്ടില്ല. രോഗിയായ സമയത്ത് പോലും ഇങ്ങോട്ട് മാറ്റണമെന്ന് അവർ പറഞ്ഞിട്ടും ഇത് വീടിനുള്ളിൽ ദുർഗന്ധമാവുമെന്ന് പറഞ്ഞ് തൽക്കാലം നിനക്ക് ഞാനൊരു വേലക്കാരിയെ വെക്കാമെന്ന് പറഞ്ഞ് വേലക്കാരി വെച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇവർക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോ ടേസ്റ്റ് ഇല്ല, അമ്മയുണ്ടാക്കുന്ന രുചി ഇവർക്കില്ല. അപ്പൊ വീണ്ടും എന്ത് ചെയ്യാണ്, അമ്മ തന്നെ ഉണ്ടാക്കുകയാണ്. പിന്നെ അപ്പോ ഈ സ്റ്റൗവും സാധനങ്ങളൊക്കെ ഈ റൂമിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഈ പറയപ്പെട്ട ആളുടെ ആരോഗ്യനില കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് പോകുന്നതോടുകൂടിയാണ് കുറ്റബോധം നമ്മളിലേക്ക് വരിക. ഞാൻ ഇന്ന ആളോട് ഇത്ര ചെയ്തില്ല, ഞാൻ എൻ്റെ അമ്മയോട് എൻ്റെ അച്ഛനോട് ഞാൻ അങ്ങനെ പെരുമാറിയല്ലോ എന്ന ചിന്തയൊക്കെ ഈ പറയപ്പെട്ട ആളുകൾ പോയാൽ നമ്മളെ മൈൻഡിൽ വരും. അപ്പൊ നമ്മുടെ ഉള്ളിൽ സങ്കടവും വരും. അപ്പൊ ഇതൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതോടുകൂടി തന്നെ യെസ്, ഇന്നു മുതൽ നമ്മുടെ ജീവനോടെയുള്ള ഭാര്യയെ, ഭർത്താവിനെ, മാതാവിനെ, പിതാവിനെ, ജ്യേഷ്ഠനെ, ഗുരുനാഥന്മാരെ ഒക്കെ ഒന്ന് നമ്മൾ പരിഗണന തുടങ്ങുന്നു. ആ പരിഗണന വരുമ്പോൾ യെസ്, നമുക്ക് നാളെ കുറ്റബോധത്തോട് കരയേണ്ട സാഹചര്യം ഇല്ലാതിരിക്കാൻ ഇന്നേ നമുക്കൊരു അവയർനെസ്സിലേക്ക് മാറാം, അവരെ പരിഗണിക്കുന്ന തുടങ്ങാം. അപ്പൊ നമുക്ക് നല്ലൊരു ഇമോഷണലി നമ്മളൊരു ബോണ്ടുമായിട്ട് മാറും. അപ്പോ ഇനി മറ്റൊരു കാര്യം കൂടെ, ഈ കൗൺസിലിംഗ് നിങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്നത് കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ തന്നെ കൂടും എന്നതാണ്. അപ്പോൾ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയും. എന്നുവെച്ചാൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയും. മറ്റൊരാളുടെ വിശ്വസിച്ച് ചില കാര്യങ്ങൾ, അയാളുടെ രഹസ്യമായ പല കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടാവും. നിങ്ങൾ നാളെ മൈക്ക് കെട്ടി പറയുന്നില്ല, ആ പരിപാടി നടക്കും. നിങ്ങളോട് എന്തും തുറന്നു പറയാൻ കഴിയുമെന്ന ഫീലിംഗ് നിങ്ങളെ ഫ്രണ്ട്സ് സർക്കിളും അതുപോലെ തന്നെ നാട്ടുകാരിലും ഒക്കെ ഉണ്ടായി വന്നോളും. അപ്പൊ ഈ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ നമ്മളൊരു വിശ്വസ്തനായി മാറുക എന്നത് ഈ കൗൺസിലിംഗ് മേഖലയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ തോന്നും. കാരണം അവിടെ കേട്ടത് ഇവിടെ പറയുന്നു, ഇപ്പൊ ഇൻസിഡന്റ് നമുക്ക് പറയാം, പക്ഷെ വ്യക്തിയെ നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഫ്രണ്ട്സ് സർക്കിളിൽ അങ്ങനെ കൗൺസിലിംഗ് കേസ് വന്നിരുന്നു, അപ്പൊ വന്ന ആളെ അയാൾക്കറിയാം. എന്തായിരുന്നു കേസ് എന്ന് ചോദിക്കുമ്പോൾ ആ കേസിന് നമ്മൾ വ്യക്തിപരമായി അയാളെ അറിയുമെങ്കിൽ ഒരിക്കലും പറഞ്ഞു പോകരുത്.
ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയില്ലെങ്കിൽ ചോദിക്കാം. അതായത് ഒരാൾ വന്നു, നമ്മൾ ഒരാളടുത്ത് റെഫർ ചെയ്തു, ഞാൻ നിങ്ങളടുത്ത് ഒരാളെ അയച്ചു, ഉടനെ ചോദിച്ചു കേസ് സോൾവ് ആയോ? പോയി. എന്താണ് കേസ്, എന്തായിരുന്നു കേസ്? അത് നിസ്സാരമാക്കിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിലായിരിക്കണം എന്നല്ലാതെ ഇദ്ദേഹം നാളെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏഷണിക്കാരൻ പരദൂഷണം പറയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കിട്ടുന്നൊരു വളമായിട്ട് നമ്മുടെ വാക്കുകൾ മാറിക്കൂടാ. അതുകൊണ്ട് തന്നെ ഒരാൾ നമ്മളോടൊരു വാക്ക് പറഞ്ഞാൽ ഒരു കൗൺസിലറായിട്ട് നിങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചാൽ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുകയോ ഈ കേസ് മറ്റൊരാളോട് പറയുകയോ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻസൾട്ട് ചെയ്യാന്നുള്ള വാക്കുണ്ട്. ഇതാണോ പ്രശ്നം എന്നെല്ലാം പറഞ്ഞ് അയാളെ അടിച്ചിരുത്തുന്ന സിസ്റ്റം നമുക്ക് പറ്റില്ല. അയാൾ വലിയ സീരിയസ് ആയി പറയുമ്പോൾ യെസ്, ആ സീരിയസ് നമ്മൾ അഭിനയിച്ച് കാണിക്കണം, അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉള്ളിലേക്ക് എടുക്കുന്നില്ല. അയാൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നു ഇല്ല. അത് ഭാര്യയും ഭർത്താവും ഒക്കെ ഇടപാടിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഭാര്യയെ കേൾക്കുന്ന ഭർത്താവ് അത്യാവശ്യമാണ്. ഭാര്യയ്ക്ക് എപ്പോഴെങ്കിലും പറയാനുണ്ടാവുള്ളൂ. ആ പറയുമ്പോൾ നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾ ആ മൂളി കൊടുത്താൽ മതി. ഭാര്യമാരെ വടിയെടുത്ത് വരണ്ട. അത് കേൾക്കുക എന്നതിന് അയാൾക്ക്, ആ ഭാര്യയ്ക്ക് ആകെ ഭൂലോകത്തുണ്ടാവുന്ന നിങ്ങൾ മാത്രമാണ്. അത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ അയാൾ വേറെ ആളോട് പറയേണ്ടി വരും. അപ്പൊ കേൾവിക്കാരനാവുക എന്നത് ഭർത്താവിന് നിർബന്ധമാണ്. അപ്പോൾ ഒരു അവയർനെസ് നമുക്ക് കിട്ടുകയാണ്. ഞാൻ എങ്ങനെയൊക്കെ മാറണം, എന്തെല്ലാം ആവണം എന്ന ചോദ്യത്തിനും നമ്മുടെ ഉള്ളിൽ ചില ഉത്തരങ്ങൾ വരികയാണ്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ള വാക്കിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ ഒരു വാക്ക് പറഞ്ഞ് നമ്മളായിട്ട് മറ്റൊരാളോട് പറയാതിരിക്കുക. ഇപ്പൊ ഞാനിവിടെ കുറെ ഇൻസിഡൻസുകൾ പറഞ്ഞു, ഞാൻ ഫേസ് ചെയ്ത ചില കേസുകളും പറഞ്ഞു. ഇത് ഏത് കേസാന്നുള്ളത് ജനറലൈസ് ആയിട്ട് പറയാന്നല്ലാതെ ഇന്ന വ്യക്തി ഇന്ന നാട്ടുകാരൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ ആ പറയപ്പെട്ട ഒരാൾ മാത്രമല്ല ഉണ്ടാവുക. നേരത്തെ നമ്മൾ പറഞ്ഞു മുക്കം എന്ന് പറഞ്ഞു. മുക്കം എന്നത് ആ മുക്കം എന്ന സ്ഥലമല്ല, അതിന്റെ കുറച്ചപ്പുറത്തുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷെ എങ്കിലും ആ പരിസരം പറയുക എന്നല്ലാതെ ആ നാട് പോലും പറയാതിരിക്കാൻ പരമാവധി സൂക്ഷ്മത കാണിക്കുക. ഇതും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ എമ്പതിയുള്ള ഒരാളായിട്ട് നമ്മൾ മാറുന്നുള്ളതാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്റെ പ്രശ്നം എന്ന ഫീലിംഗ് ആണെങ്കിൽ നമുക്കതൊക്കെ മാറും. മറ്റുള്ളവനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവും. ഇനി ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞ പോലെ 40 ലക്ഷം അല്ലേ 45 ലക്ഷം എന്റെ കോടികൾ പോയ കുറെ ആളുകളുണ്ടല്ലോ, അതൊരു ആശ്വാസമാണ്. അങ്ങനെ പോയ ആളുകളെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, യെസ്, നമുക്കും മറ്റുള്ളവന്റെ സങ്കടങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുന്നു. അതിൽ വളരെ പ്രധാനം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കൽ പോലും നമ്മൾ അവരുടെ മുന്നിൽ കരയുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ. കണ്ണൊക്കെ വേണമെങ്കിൽ നിറയാം. അങ്ങനെ സീരിയസ് ആയ ചില കേസുകളൊക്കെ ഉണ്ടാവും. സീരിയസ് എന്ന് പറഞ്ഞാൽ കേട്ടാൽ നമുക്ക് തന്നെ അറപ്പ് തോന്നുകയോ അല്ലെങ്കിൽ വെറുപ്പ് തോന്നുകയോ അമിതമായ സങ്കടം വരികയോ ചെയ്യുന്ന കുറെ കേസുകൾ നമുക്ക് ഒരു പക്ഷെ മേഖലയിൽ ഇരിക്കുമ്പോൾ കേട്ടേക്കാം, അല്ലെങ്കിൽ അനുഭവിച്ചേക്കാം. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വാക്കാണ് നിങ്ങൾ ഉള്ളിലുള്ളത്, കേൾക്കുക. താഴേക്ക് ഇറക്കുന്നില്ല, നമ്മൾ ഉള്ളിലേക്ക് അത് എടുക്കുന്നില്ല. ഒരു ചെവി കേൾക്കാൻ ആ ക്ലയന്റിന് കൊടുക്കുന്നു, കേൾവിക്കാരനാകുന്നു. അത് ഇതിലൂടെ കേൾക്കുന്നു, ഇതിലൂടെ അങ്ങനെ വിടുന്നു. പരിഹാരം നമുക്ക് വഴിയെ പറയാം. അദ്ദേഹം പറയുന്നത് മുഴുവനും എഫക്റ്റുകളാണ്. റൂട്ട് കോഴ്സ് നമ്മൾ കണ്ടെത്തണം. റൂട്ട് കോഴ്സ് കണ്ടെത്തിയ അടിസ്ഥാന കാരണം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾക്ക് വളരെ പെട്ടെന്ന് സോൾവ് നമുക്ക് നിർദ്ദേശിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തെറാപ്പിയിലൂടെ നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. പരിഹാരം ചികിത്സിക്കുന്ന രീതി നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് തെറാപ്യൂട്ടിക് എന്ന് പറയുന്നത്. തെറാപ്യൂട്ടിക് രീതിയിലൂടെ നമുക്ക്, അതാണ് NLP, അതിലൂടെ നമുക്ക് അയാൾക്ക് സോൾവ് കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അയാളുടെ പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹാരം നേടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഈ കേസിനെ ഉള്ളിലേക്ക് ഏറ്റെടുക്കേണ്ടതില്ല. നമുക്ക് ശ്വാസം കിട്ടാത്ത ഒരു തടസ്സം വന്നിട്ട് ക്ലയന്റ് നമ്മളോട് സാരല്ല പോട്ടെ എന്ന് പറയുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കണം എന്നർത്ഥം കേട്ടോ. മറ്റൊരാളോട് പറയണില്ല, അയാൾ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മളത് അഭിനയം നമുക്ക് കൊടുക്കാം, പക്ഷെ വേദന സഹിക്കാൻ നമുക്കാവില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളെ വേദന നമ്മൾ ആരോട് പറയാം? ആ ഒരു ചെണ്ടയുടെ അവസ്ഥ നമ്മൾ ഏറ്റെടുത്താൽ മതി. നമ്മൾ ആരോടും കേസൊന്നും പറയുന്നില്ല, അവരുടെ കേസ് നമ്മൾ കേൾക്കുന്നു, അവർക്ക് ആശ്വാസം കൊടുക്കുന്നു. യെസ്, നമുക്ക് പറയാനുള്ളത് വല്ല സങ്കടമോ ദേഷ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ യെസ്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരെയാണോ അയാളോട് പറയാം. ദേഷ്യം അയാളോട് പറഞ്ഞാൽ മതി, സങ്കടം അയാളോട് പറഞ്ഞാൽ മതി. ഇനി വേണ്ടത് എന്താണോ ആഗ്രഹം, അതും അയാളോട് തന്നെ പറഞ്ഞാൽ മതി.
വേറെ മനുഷ്യനോട് നമ്മൾ പറയുന്നില്ല എന്ന തീരുമാനം നമ്മൾ ഏറ്റെടുക്കുക. ഇനി പറയാനുള്ളത് എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിലൊക്കെയാണ് കൗൺസിലിംഗ് നടക്കുക, അതിനെന്തെല്ലാം പരിശീലനം നിങ്ങൾ കൊടുക്കും എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഫേസ് ടു ഫേസ്, ഞാനിവിടെ ഇരിക്കുന്നു, നിങ്ങൾ അപ്പുറത്തിരിക്കുന്നു, അങ്ങനെ കൗൺസിലിംഗ് നമുക്ക് കൊടുക്കാനുള്ള പരിശീലനം ലഭിക്കും. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് വേണ്ടി വരിക, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള ഒരാൾ, അയാൾക്ക് നമ്മളെ കിട്ടണം. അപ്പൊ എങ്ങനെ കിട്ടുക? ഇഷ്ടം പോലെ ഓൺലൈൻ മേഖലയിലുണ്ട്. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ പല ജോലികൾ ചെയ്യുന്നതിനിടയിലും എന്നെ കേൾക്കുന്നുണ്ടാവും. അതേ സമയത്ത് വീഡിയോ കോളിലാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണുന്നതിന് പകരം ഞാൻ ക്യാമറയിലേക്ക്, ലെൻസിലേക്ക് നോക്കുന്നു, പറയാനുള്ള ടോപ്പിക്കിലേക്ക് നോക്കുന്നു, അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോ ഞാനിപ്പോൾ സ്റ്റെക്കാക്കിയത് എന്തിനാന്ന് ചോദിച്ചാൽ 9:26 4 മിനിറ്റ് ബാക്കിയുള്ളൂ. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതിനൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലാക്സേഷൻ തരികയാണ്. ഒന്ന്, നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരു ക്ലയന്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന്, ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഫീസ് വാങ്ങാമെന്നൊക്കെ നിങ്ങളെ പരിശീലിപ്പിക്കുന്നതാണ്. മറ്റൊന്ന്, പ്രശ്നത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന ചോദ്യത്തിൽ എന്താണ് പ്രശ്നം എന്നതിനെ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. ഇനി ഇതിലെ 4ാമത്തെ സ്റ്റേജിനെ കുറിച്ച് ഇന്നലെ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ 4ാമത്തെ സ്റ്റേജ് 4ൽ വരുന്ന സമയത്ത് യഥാർത്ഥ ക്ലയന്റിനെ നിങ്ങൾക്ക് കൊണ്ടുവരികയും ചെയ്യാം. അപ്പൊ ആ ക്ലയന്റിന്റെ പ്രശ്നത്തിനെയും സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടറിയുകയും ചെയ്യാം, അനുഭവിച്ചറിയുകയും ചെയ്യാം. അതിനേക്കാൾ അപ്പുറത്തുള്ള മറ്റുള്ള പ്രശ്നക്കാരെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലനം നേടുകയും ചെയ്യാം. ഓക്കെ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ തുടരുകയും ചെയ്യാം. 3 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മൈക്ക് ഓൺ ആക്കാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ആഹാ, 4ാമത്തെ ഷിഹാബ് ഡോക്ടറാണ് അത് കാണുന്നത്. മോളിസ് പറഞ്ഞോളി. വീഡിയോ കാണുന്നുണ്ട്. പറയാൻ വേണ്ടി അയാൾ സ്റ്റക്കായി. ഡോക്ടർ പറഞ്ഞോളി. ഒന്നുമില്ല, മോളെ നിങ്ങളെ കാണാൻ പറയും. അപ്പൊ അങ്ങനെ താങ്ക് യു മോളിസേ. സ്റ്റാറ്റസിലും താങ്ക് യു. എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടോ സാറേ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. സന്തോഷം. വരല് തന്നെ ഡോക്ടർമാർ നമ്മൾ കൂടുതലെന്ന് പറയുമ്പോ ഈ പുതുതായി വന്ന ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. എന്നാലും ക്ലാസിനെ കുറിച്ച്, ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ സാറേ. ഇല്ല, മുഴുവൻ പറയാനില്ല, ഞാൻ കുറച്ച് വൈകാൻ ജോയിൻ ചെയ്ത്. ഓക്കെ, താങ്ക് യു. വന്നതിലധികം സന്തോഷം. നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഞാൻ ചില ആളുകളുടെ പേര് വിളിച്ചോട്ടെ. അവർക്ക് മൈക്കിൽ വരാൻ പറ്റുമെങ്കിൽ ഒന്ന് ഓണാക്കണേ. അടുക്കളയിൽ പണിയാണെങ്കിൽ പ്രയാസപ്പെടാൻ വേണ്ട. സാധാരണ നമ്മൾ ഫസ്റ്റ് ലെവലിലാണ് വിളിക്കുന്നത്. ഞാൻ സഹായം നോക്കാൻ പോവാണ്. ഒന്ന് ഷമീറ, രാജു സാർ ഇന്നലെ സംസാരിച്ചു, ശ്രീയാമ സംസാരിച്ചു. ഷമീറ സംസാരിച്ചോളെ. മറന്നുപോയോ? കണ്ണൂർ ജില്ലയിൽ. കണ്ണൂർ ജില്ല ഷമീറ. ഓക്കെ, വെരി ഗുഡ്. ആളെ കിട്ടിയ അതിയായ സന്തോഷം. മറന്നിട്ടില്ല കേട്ടോ. നിങ്ങളെ വീട്ടിലല്ലേ ഞാൻ വന്നേ? അതെ, ഞാനും ഫാമിലി എല്ലാം കൂടെ വന്നേ. താങ്ക് യു. ഇനി നിഷ ബൈജു. സൗണ്ട് കട്ടാകുന്നുണ്ട്. നിഷ ബൈജു സംസാരിക്കാവോ? സാർ നമസ്കാരം. സാറ് ഞാൻ മഹാരാഷ്ട്രന്നാണ്. ലില്ലി ചേച്ചിയുടെ സിസ്റ്റർ ലോയാണ്. നല്ല ക്ലാസ് ആയിരുന്നു സാർ. മഹാരാഷ്ട്രക്കാരും ഹരിയാനക്കാരൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഇന്നലെ അറ്റൻഡ് ചെയ്തായിരുന്നു, ഇന്നും അറ്റൻഡ് ചെയ്തു. നല്ല ക്ലാസ് ആണ്. ഓക്കെ സാർ, വീണ്ടും ക്ലാസ്സിൽ കയറണം ആഗ്രഹിക്കുന്നു. ലില്ലി ടീച്ചർ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. ഇല്ല, നല്ല ലില്ലി ചേച്ചിയാ ഫോർവേഡ് ചെയ്ത്. അവർക്ക് താങ്ക്സ് പറയും കേട്ടോ. തീർച്ചയായും. ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ എന്റെ ക്ലാസ്സിന് ഞാൻ പരസ്യപ്പെടുത്തിയിട്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വല്ല സോഷ്യൽ മീഡിയയിലോ ഞാൻ പരസ്യമില്ല. നമ്മുടെ ഗ്രൂപ്പിൽ സർക്കിളിലാണ് അവർ തന്ന നിർദ്ദേശങ്ങളാണ്.
അപ്പൊ അവർക്ക് ഓക്കെ സർ. എങ്ങനെയായാലും ആ നമ്മൾ ഓക്കെ ആണോ, നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് സാധനം അയച്ചു കൊടുക്കുക. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. കമ്മീഷൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ശരി സർ. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് സർ. യു. തുടരാൻ നമുക്ക് മുഹമ്മദ് റസ്വി സംസാരിക്കാമോ? സർ അസ്സലാമു അലൈക്കും. അസ്സലാം. ഞാൻ മമ്പാട് നിന്നാണ്. നമ്മുടെ കോളേജിനടുത്താ? അതെ അതെ. മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല, ഇത് എനിക്ക് ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്, ഷെയർ ചെയ്തതാണ്. എന്ത് തോന്നുന്നു ഈ 2 ദിവസത്തെ ക്ലാസ്? നമ്മുടെ ഷിയാബ് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് നേരത്തെ. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ നിങ്ങൾ എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ MA അറബിക്ക് പഠിക്കുകയാണ്, അലിഗഡ് മുസ്ലിം. ഓക്കെ. അപ്പൊ കൂടുതൽ ഇത് പഠിക്കുന്ന ആളുകൾ നിർബന്ധമായും ചെയ്തോളൂ ഇത് കേട്ടോ. അറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ലൈഫിനെ ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ കഴിയും. പിന്നെ പഠിക്കുന്ന നിങ്ങൾ ഇപ്പൊ റെഡി, ഫീസ് ഒന്നും അടക്കേണ്ടതില്ല, വഴിയെ അടച്ചാൽ മതി കേട്ടോ. താങ്ക് യു സർ. നല്ല ക്ലാസ് ആയിരുന്നു. അനുസരിച്ചൊന്നുമല്ല, ഫീസ് ഇത്ര തന്നെയാണ്. ഫീസ് റെഡി ഇപ്പൊ നിങ്ങൾ അടക്കേണ്ടതില്ല. കാരണം നമ്മൾ സീറ്റ് അടിച്ച് ഉള്ളതുണ്ട്. അതെ അതെ, നല്ല ക്ലാസ് ആയിരുന്നു. ഇന്നലെ അറ്റൻഡ് ചെയ്തിരുന്നു, അപ്പോ ഇന്നും കേൾക്കാൻ തോന്നി. ഇതിന്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ ക്ലാസ് കേട്ടില്ലെങ്കിൽ, ഇന്നലെ രാജു സാറ് പറഞ്ഞതുപോലെ ക്ലാസ് കിട്ടിയില്ലെങ്കിൽ സങ്കടം. ചിലപ്പോ അങ്ങനെ തോന്നും. തോന്നിപ്പോകും. ഓക്കെ. മുഹമ്മദ് റഷീദ്. മറിയാമോ? ലില്ലി ടീച്ചർ നിങ്ങളെ ഞാൻ വിളിക്കണില്ല. സംസാരിക്കാൻ പറ്റുമെങ്കിലും ഞാൻ പേര് വായിച്ചെന്നുള്ളൂ കേട്ടോ. ഓണാക്കിയ സന്തോഷം. പറയൂ. ഫീസിന്റെ കാര്യമൊക്കെ എങ്ങനെ? ഫീസ് നിങ്ങൾ പേടിക്കേ വേണ്ടാന്ന്. ഇത് നമ്മൾ 10,000 രൂപ ഫീസൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ പരമാവധി 3,000 രൂപ കൊടുത്താൽ മതി. അത് ഇന്ന് നിങ്ങൾ 3,000 അടക്കുകയും വേണ്ട. വളരെ കിട്ടുന്ന ക്യാഷ് ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ അടച്ചാൽ മതി. മാക്സിമം അടക്കേണ്ട ഫീസാണ് 3,000. 3,500 ഒക്കെ ഉണ്ടാവും. അതൊന്നും നടക്കണ്ട. എന്റെ മോളെ നമ്പറാണ് ആ ഗ്രൂപ്പിലുള്ളത്. അയാളോട് ചോദിച്ചാൽ മതി. അയാളോട് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ അയാളത്തിലെ ഫീസിനൊക്കെ പറഞ്ഞ് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തരാൻ പറ്റുന്ന ഡിസ്കൗണ്ട് തരും. അതും റെഡി കൊടുക്കേണ്ടതില്ല, കുറേശ്ശെ ഘട്ടമായിട്ട് നമ്മൾ അടച്ചു കൊടുത്താൽ മതി. പക്ഷെ ഫസ്റ്റ് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. നിങ്ങൾ വന്നത് ഇതുവരെ ക്ലിയർ ആയോ? എന്റെ പേര് റഷീദ്, മുഹമ്മദ് റഷീദ്. റഷീദ്. എവിടെയാ വീട്? ചെമ്പ്രശ്ശേരിയാണ്, പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കുവൈത്തിൽ. അപ്പൊ വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്റർനാഷണൽ ക്ലാസ് ആയി മാറി. ഞാനിനി വരാൻ കാരണം എന്റെ വൈഫ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്ന ഒരു കോഴ്സ് കഴിഞ്ഞതാണ്. അപ്പോ ദേശീയക്കാരിയായിരുന്നു, സാറിന് അതേ ഷായ്മ. അപ്പോ അത്യാവശ്യം ദേശീയം എനിക്കുണ്ടായിരുന്നു. അത് എന്നെ മാറ്റിയത് അവളാണ്. മാറ്റി അടുത്ത ക്ലാസ് തുടങ്ങിയപ്പോ ഇത് ലിങ്ക് കിട്ടുന്നോ ഷെയർ ചെയ്തെന്ന അവളാണ്. പറഞ്ഞല്ലേ? അപ്പോ ഇനി ദേഷ്യം പിടിക്കാൻ എന്താ കാണിക്ക? ദേഷ്യം പിടിക്കേണ്ടി വരൂലേ? ഇപ്പൊ കൊറേയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചൂടാ. അപ്പോ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞ സെൽഫ് അവയർനെസ്, അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ബാലൻസ്, രണ്ടും ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. നിങ്ങൾക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും കൂടെ. നിങ്ങൾ തന്ന ഒരു സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ വൈഫ് തന്ന സർട്ടിഫിക്കറ്റ് ആണ്, നിങ്ങൾ ആ വാക്കിലൂടെ കിട്ടിയതാണ്. യെസ്, ഞാനത് പോസിറ്റീവായിട്ട് ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് ജുവേരിയ. ഓക്കെ, ജുവേരിയ ഇപ്പൊ പറഞ്ഞില്ലേ ഫീസ് വഴിയെ നിങ്ങളുടെ കിട്ടുന്ന ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഇതാ എന്റെ സർട്ടിഫിക്കറ്റ്. ജുവേരിയ മുജീബ് ക്ലിയർ ആയല്ലോ പറഞ്ഞേ? NLP കിട്ടുമോ സാറേ ഇതില് നമുക്ക്? NLP തന്നെയാണ് കിട്ടുന്നുണ്ടാവുക. പക്ഷെ ആ NLP പ്യുവർ NLP ആയിട്ടുള്ള തരിക. ആസ് എ കൗൺസിലർക്ക് എങ്ങനെ വേണം, ക്ലയന്റിന് എങ്ങനെ വേണം, ആ രീതിയിലാണ് പറഞ്ഞു തരുന്നുണ്ടാവുക. NLP നമ്മൾ വേറെ കോഴ്സായിട്ട് വേറെ നടത്തുകയും ചെയ്യും. അടുത്തത് മറിയാമോ ഒന്ന് സംസാരിച്ച നന്നായിരുന്നു. ഹക്കീം കരാപറമ്പിൽ. ഹക്കീം സാർ ഒന്ന് ഓണായിക്കോളി.
പുറത്ത് റോഡിലാണെങ്കിൽ മൈക്ക് ഓൺ ആക്കണമെന്നില്ല, വീട്ടിലാണെങ്കിൽ ഓൺ ആക്കിയാൽ മതി. ഫൗസിയ മുസ്തഫ, ഫരീദ ബാനു, അക്ബർക്ക നമുക്ക് അറിയുന്ന ഇന്നലെ. ഫരീദ ബാനെ കുറിച്ച് സംസാരിച്ചോളൂ. തിരൂരാണ്, കഴിഞ്ഞ 3 മാസത്തെ കോഴ്സിലുണ്ടായിരുന്നു. വെരി ഗുഡ്. അപ്പൊ നിലവിൽ വലിയ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആളാണ്. എംബസി അറ്റസ്റ്റ് ചെയ്യാൻ കഴിയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് കൈപ്പറ്റി വീട്ടിലിരിക്കുകയാണ്. അതെ, കൗൺസിലിംഗ് ചെയ്ത് തുടങ്ങിയ? തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ എന്നാ തുടങ്ങിയ? അതെ. ഇനി ആരെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ നമുക്ക് 9:36 6 മിനിറ്റ് ഓവറായി. തൽക്കാലം ഞാൻ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മോളിസിനെന്താ സംസാരിക്കണ്ടോ? ഞാനോ? ഇനി വരുമ്പോ ഞാൻ വിളിക്കണ്ട കേട്ടോ. താങ്ക് യു.